നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. വ്യത്യസ്തമായ ദേശത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ സൂം പ്രോഗ്രാമിൽ ഒരുമിച്ച് ചേരാൻ സാധിച്ചത് തീർച്ചയായും മനോഹരമായ ഒരു ആശയം തന്നെയാണ്. ടെക്നോളജിയാണ് അതിനെ നമ്മളെ സഹായിച്ചിരിക്കുന്നത്. തീർച്ചയായും സാങ്കേതിക വിദ്യ ലോകത്ത് എല്ലാ മേഖലയിലും വളരെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. വിരൽത്തുമ്പിൽ ലോകം എത്തുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജിയിലൂടെ നേടിയെടുക്കാനുണ്ട്. അത് നമ്മൾ നേടിക്കൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ ടെക്നോളജിയെ കുറിച്ചുള്ള അജ്ഞതകൾ പലപ്പോഴും നമ്മൾ അതിലേക്ക് ഏറ്റവും ആഴത്തിൽ ഇറങ്ങിത്തിരിക്കാൻ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ടെക്നോളജി അത് ഒരു മായിക ലോകമാണ്, ഒരു വിർച്വൽ ലോകമാണ്. ആ വിർച്വൽ ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ധാരണയിലേക്ക് ഒരാൾക്ക് എത്താൻ പറ്റിയാൽ ഉറപ്പായിട്ടും ആ മേഖലയിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ എങ്ങനെയാണ് ഈ ടെക്നോളജിയുടെ റിയാലിറ്റിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക? അധികം ആൾക്കാർക്ക് ഇത്തരം അറിവുകൾ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. മാർക്കറ്റിൽ അജ്ഞതകളെ ഉപയോഗിക്കുന്ന ധാരാളം പ്രൊജക്റ്റുകൾ ഉള്ളതുകൊണ്ട് തീർച്ചയായും അറിവ് ശരിയോ തെറ്റോ എന്ന് വേർതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്നത്തെ സമൂഹം മാറി നിൽക്കുന്നുണ്ട്. ഇന്ന് ജൂൺ 2-ാം തീയതി രാത്രി 9:11 ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മേഖലയിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. ആ കടന്നുപോയ മേഖലയിലെല്ലാം തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. ഉൽപ്പന്നങ്ങളുടെ വിപണനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ, കമ്മോഡിറ്റി മാർക്കറ്റ് പോലെ, ഫോറക്സ് മാർക്കറ്റ് പോലെ, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ട്രേഡ് നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. ആ ട്രേഡിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന റോബോട്ടിക് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വൻകിട ട്രേഡ് ചെയ്യുന്ന പല ഫേമുകളും നമ്മളെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ പണം മുടക്കൂ, നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റ് തരാം എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പുതിയ ക്രിപ്റ്റോ കോയിൻ വരുന്നു, ആ ക്രിപ്റ്റോ കോയിന്റെ വില ഇത്രയേ ഉള്ളൂ, അത് നാളെ ഇത്ര ലെവലിലേക്ക് എത്തും, ബിറ്റ്കോയിൻ പോലുള്ള പ്രൊജക്റ്റ് നമ്മൾ കണ്ടില്ലേ എന്ന രൂപത്തിൽ കൃത്യമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന ഒരു ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകൾ ഉണ്ടാകാം, ടോക്കൺസ് ഉണ്ടാകാം. ഇതെല്ലാം ഉപരി റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ മരങ്ങൾ നട്ടുകൊണ്ടോ, തേക്ക് നട്ടുകൊണ്ടോ, മാഞ്ചിയം നട്ടുകൊണ്ടോ, ആട് വളർത്തിക്കൊണ്ടോ എല്ലാം ലാഭം തരാൻ പറ്റുന്ന പല മേഖലയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഈ മേഖലയിലൂടെ എല്ലാം കടന്നുപോയപ്പോ നമ്മുടെ ലാഭനഷ്ട സാധ്യതകൾ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ പലപ്പോഴും നഷ്ടങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ഉണ്ടായി കാണുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ അത്തരമൊരു നഷ്ട സാധ്യത എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഭൂരിപക്ഷം ആൾക്കാർ ഇരിക്കുന്നത്. ഇത് എത്ര നാൾ പോകും എന്നൊരു സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, എത്ര നാൾ കൊടുക്കാൻ പറ്റും, എത്ര നാൾ കൊടുക്കാൻ പറ്റും? എടുത്ത ചോദ്യമാണ്. എന്താണ് ഇതിന്റെ യഥാർത്ഥ ആശയം എന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറാകാതെ ഫസ്റ്റ് ചോദ്യം അതാണ്. പക്ഷേ ആ ചോദ്യത്തിന് കൃത്യമായ ആൻസർ കൊടുത്തപ്പോ അദ്ദേഹം ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതാണ് ഞാൻ കണ്ടത്. ഏതായാലും സുഹൃത്തുക്കളെ, നമ്മൾ ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്നു. ഈ ചുരുങ്ങിയ സമയം ഇവിടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കുന്ന രൂപത്തിലേക്ക്, ആഴത്തിൽ മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ സമയത്ത് മറ്റെന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മനസ്സിൽ നിന്നാണ് മാറ്റിവെക്കുക. പൂർണ്ണമായിട്ടും ഇവിടെ പറയുന്ന പ്രസന്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ പ്രസന്റേഷൻ ലോകത്തെ നമ്പർ 1 ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പോകുന്ന വുഡ സെഗ്മെന്റിൽ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടെതർ ഓഷ്യൻ എന്ന പ്രൊജക്റ്റ് ആണ്. ഈ പ്രൊജക്റ്റ് തീർച്ചയായും വലിയ മാറ്റങ്ങൾ ലോകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ആ മാറ്റങ്ങൾ ലോകത്ത് നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വുഡ എന്നൊരു സെഗ്മെന്റ്, ഈ സെഗ്മെന്റ് വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ് എന്ന എക്സ്പാൻഷൻ ഫോമിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഈ സെഗ്മെന്റ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്, ഇതിന്റെ പ്രോഗ്രാമിന്റെ ഡിസൈനിങ് വരുന്നത്, ബ്ലോക്ക് ചെയിനിൽ എൻക്രിപ്റ്റഡ് മോഡൽ ഡിപ്ലോയ് ചെയ്യപ്പെടുന്നത് 2024 മാർച്ച് 20-നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും 2024 മാർച്ച് 20-ന് മുമ്പ് ഇങ്ങനൊരു ടെക്നോളജി, ഇങ്ങനൊരു അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ, ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ
ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതിനു മുമ്പ് നമുക്കുണ്ടായിട്ടുണ്ട്. ലോകത്തെ ഡിസ്ട്രപ്റ്റ് ചെയ്യപ്പെട്ട പല മേഖലയും അത് ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. അങ്ങനെ ഒരു ചിന്ത ആരുടെ മനസ്സിൽ വരാത്തൊരു കാലഘട്ടമുണ്ട്. 2009 ബിറ്റ്കോയിനിലൂടെ നമ്മൾ കണ്ടതാണ്. അതുവരെ ലോകത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരു സിംഗിൾ മനുഷ്യൻ, സതോഷി നാക്കമോട്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ച ആ സബ്ജക്റ്റ് ഇന്ന് ലോകത്ത് ട്രെൻഡിങ് ആണ്. റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതുവരെ പറക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെ കുറിച്ച് ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സക്സസ്ഫുൾ ആയിട്ട് ഒരു മോഡൽ തയ്യാറാക്കാൻ അവർക്കേ സാധിച്ചുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിമാനം അദ്ദേഹം അവരുണ്ടാക്കിയ വിമാനമല്ല. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിന്റെ ആർക്കിടെക്ചറൽ മോഡലിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. ഇന്ന് സ്വിമ്മിംഗ് പൂളുള്ള 3-4 നിലകളുള്ള വിമാനം വരെയും നമ്മൾ ആകാശത്തോടെ പറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്, നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. വീലിന്റെ കണ്ടുപിടുത്തം പരിശോധിക്കുമ്പോൾ വെറും മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച ഒരു വീലിന്റെ മോഡൽ ഉണ്ടാക്കിയ ഒരു സമൂഹത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വീലുകൾ എത്രമാത്രം ടെക്നോളജി വൈഭവമുള്ളതാണ്. ഈ മാറ്റങ്ങളെല്ലാം എങ്ങനെയാണ് സംഭവിച്ചത്? ഡിസ്ട്രപ്ഷൻ ഒരുപാട് സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീലിന്റെ കണ്ടുപിടുത്തത്തിന് കൂടെ തന്നെയാണ് യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം യന്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട പാർട്സ് എല്ലാം വീലാണ്. അതിനുള്ളിൽ തന്നെ ധാരാളം വീലുകളാണ്. ഈ വീലുകളെല്ലാം റൊട്ടേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു യന്ത്രം പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നിന്ന് പരിശോധിച്ചാൽ, അതിന്റെ ടെക്നോളജി ഒന്ന് പരിശോധിച്ചാൽ, അതിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ, ആ മാറ്റങ്ങൾ സമയാസമയം അഡോപ്റ്റ് ചെയ്തവർ, ആ മാറ്റങ്ങൾ സമയാസമയം ഇംപ്ലിമെന്റ് ചെയ്തവർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണം, നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ. ആ സ്മാർട്ട് ഫോണിന്റെ ഫസ്റ്റ് മോഡൽ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് സാംസങ് എന്ന ബ്രാൻഡാണ്. അന്ന് സാംസങ് എന്ന ബ്രാൻഡ് മൊബൈൽ ഫോൺ രംഗത്ത് കാര്യമായ ഒരു വിപണി മൂല്യമുള്ള ഒരു ബ്രാൻഡല്ല. എന്നാൽ നോക്കിയ അന്ന് മൊബൈൽ ഫോൺ രംഗത്തെ രാജാവാണ്. നോക്കിയ എന്ന ബ്രാൻഡ് ഒരിക്കലും സ്മാർട്ട് ഫോൺ രംഗത്തേക്ക് കടന്നു വന്നില്ല. അവർ ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിൽ വിമുഖത കാണിച്ചു. അവർ ചിന്തിച്ചു, ഈ മാർക്കറ്റ് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ സാംസങ് റിസ്ക് എടുത്തു. എന്ത് റിസ്ക് എടുത്തു? ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി ഒരു റിസ്ക്. ആ റിസ്ക് അതങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ സാംസങ് രാജാവായി മാറി, നോക്കിയ ഒന്നുമല്ലാണ്ടായി മാറി. ടെക്നോളജിക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ, ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ, ആ മാറ്റം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. മാറ്റം വരാത്ത ആളുകളെ, അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരെ അങ്ങോട്ട് മാറ്റിവെക്കും. നമ്മൾ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ആൾക്കാരാണ്, മാറ്റത്തിന് പുറകെ സഞ്ചരിക്കാൻ പോകുന്ന ആൾക്കാരാണ്. സോ ബുഡ ടെക്നോളജിയിലെ മാറ്റങ്ങൾ എന്താണ്? ബുഡ ടെക്നോളജിയിലെ ആദ്യത്തെ പ്രൊജക്റ്റായ Chaturocean.com നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിപ്പം എന്താണ്? ആ വലിപ്പത്തിനൊപ്പം നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് വരാൻ സാധ്യതയുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് ബുഡ ടെക്നോളജി? വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലോജിക്കാണ് ബുഡ ടെക്നോളജിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ കോയിൻ നമ്പർ. ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ കോയിൻ നമ്പർ. എത്ര ലിക്വിഡിറ്റി ഉണ്ടോ അതിന്റെ കോയിനെ എണ്ണ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഇവിടെ ഒരു വില നിർണ്ണയിക്കപ്പെടുന്നുള്ളൂ. നമുക്കറിയാം, ട്രേഡ് നടക്കുന്നത് എന്തെങ്കിലും ഒരു വസ്തുവിലാണ്. ആ വസ്തുവിന് വിലയില്ലാതെ ഒരിക്കലും ട്രേഡ് നടക്കുകയുമില്ല. അപ്പൊ ആ വസ്തുവിന്റെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഡിജിറ്റൽ അസറ്റിന്റെ വില നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പലപ്പോഴും ക്രിപ്റ്റോ കറൻസി രംഗത്തേക്ക് പോകുമ്പോൾ പല പ്രൊജക്റ്റുകളും ഞങ്ങളുടെ കോയിന്റെ വില $10, $20, $30, $50 എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ വില നിർണ്ണയിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ പലപ്പോഴും കിട്ടുന്ന ഉത്തരം ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് മാത്രമായിരിക്കും. അതിന് ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ, ഒരു ബേസ് കാണാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രൊജക്റ്റുകളെല്ലാം തന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇല്ലാണ്ടായി പോയി നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ ആദ്യമേ പറഞ്ഞു, പല പ്രൊജക്റ്റിന്റെയും പുറകെ പോയി പണം നഷ്ടപ്പെട്ട ആളുകളാണ് നമ്മൾ. പ്രധാനപ്പെട്ട ഒരു കാരണം, അവരുടെ അൽഗോരിതം അനുസരിച്ച് ഇത്തരത്തിൽ ഒരു ബേസ്മെന്റ് അവർക്കില്ല. ചതുരോഷൻ എന്ന പ്ലാറ്റ്ഫോമിന്റെ ഇക്കോസിസ്റ്റം പരിശോധിക്കുമ്പോൾ ഈ ഒരു ബേസ്മെന്റ് ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമ്പർ, അതാണ് പ്രൈസ്. തുടങ്ങുന്നത് 2024 മാർച്ച് 20 പറഞ്ഞു.
ബ്ലോക്ക് ചെയിനിൽ പരിശോധിക്കാം മാർച്ച് 20 തന്നെയാണോ, ഡേറ്റും ടൈമും ഉൾപ്പെടെ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അത്രയും ട്രാൻസ്പെറൻസി ഈ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അന്ന് ഈ ലിക്വിഡിറ്റി 0 ആയിരുന്നു, കോയിൻ നമ്പർ 0 ആയിരുന്നു, ബൈ പ്രൈസ് $0.01 എന്നായിരുന്നു. സെൽ പ്രൈസ് ഉണ്ടായിരുന്നില്ല. അന്ന് ടോവ എന്ന കൺസെപ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ടോവ പ്രൈസിംഗ് ഉണ്ടായിരുന്നില്ല. സോ വെറും 0.01 ബൈ പ്രൈസ് വെച്ച് തുടങ്ങിയ ഒരു സിസ്റ്റം, അതാണ് ടെതറോഷൻ ഇക്കോ സിസ്റ്റം. പക്ഷെ വരുന്ന ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് ലിക്വിഡിറ്റിയിൽ ഫണ്ട് കയറാൻ തുടങ്ങി, യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വരുന്ന ഓരോരുത്തർക്കും വേണ്ടി സിസ്റ്റം യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. യൂണിറ്റുകൾ ആരെങ്കിലും സെല്ല് ചെയ്താൽ അപ്പൊ തന്നെ സിസ്റ്റം ബേൺ ചെയ്ത് കളയുന്നു, പകരം ലിക്വിഡിറ്റിയിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കുന്നു. സോ വ്യത്യസ്തമായ ഒരു ബൈ സെൽ പ്രോസസ്സിലേക്ക് ടെതറോഷൻ ഇക്കോ സിസ്റ്റം മാർക്കറ്റിൽ ഒരു പുതുമ അവതരിപ്പിച്ചപ്പോ അതിനെ സംശയത്തോടെ നോക്കിയ ആൾക്കാരാണ് ഭൂരിപക്ഷവും. ഇനി മനസ്സിലായവർ തന്നെ ചോദിച്ച ചോദ്യമുണ്ട്, സർ 35% വിലയല്ലേ നമുക്ക് കിട്ടുന്ന യൂണിറ്റിനുള്ളൂ, അത് നഷ്ടമല്ലേ? $1000 മുടക്കിയാൽ വെറും $350. ഈ $350 വേണം ഗ്രോത്ത് ഒക്കെ കിട്ടാൻ. അത് ഗ്രോ ചെയ്ത് $1000 എത്തിയാലേ മുതലാവുന്നുള്ളൂ, എന്നിട്ട് വേണം പ്രോഫിറ്റിലെത്താൻ. അത് ലോങ് പ്രോസസ്സാണ് സർ. അങ്ങനെയൊന്നും കാത്തിരിക്കാൻ നമുക്ക് പറ്റൂല. കാരണം നമുക്ക് ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നോട് പല സുഹൃത്തുക്കളും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കൊള്ളാം, ആശയം കൊള്ളാം, ഇങ്ങനെ വില കയറുമെങ്കിൽ ഇത് വേറെ ലെവലിലെത്തും എന്ന് മനസ്സിലാക്കി കൂടെ നിന്നവരുമുണ്ട്. വ്യത്യസ്തമായ ഈ പ്രൊജക്റ്റിനെ മനസ്സിലാക്കി കൂടെ നിന്നവർ, ഇത് എന്റെ കൂടെ മാത്രമല്ല, ഈ സിസ്റ്റം മാർക്കറ്റ് ചെയ്ത ഓരോ ആളുകളുടെയും കൂടെ, ഈ സിസ്റ്റം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനത്തിലൂടെ ഇപ്പൊ ലിക്വിഡിറ്റി 4,47,102.1975 മാറി. കോയിന്റെ എണ്ണം 2,25,624.4674 മാറി. പ്രൈസ് 0.01 നിന്ന് $1.98 ആയിട്ട് മാറി. അങ്ങനെ വില കയറി പോയപ്പോ 0.01 നിന്ന് 0.24 എത്തുന്ന സമയം 2025 മാർച്ച് 18, അന്ന് സിസ്റ്റം ഒരു ടോവ പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ടെതറോഷൻ വിർച്വൽ അസറ്റ് എന്നൊരു പ്ലാറ്റ്ഫോം, ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ 35% വിലയുള്ള യൂണിറ്റ്സ് ആയിരുന്നെങ്കിൽ ടോവ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോ 100% യൂണിറ്റ് കിട്ടും, 100% യൂണിറ്റ്. അപ്പൊ ആളുകൾ ഹാപ്പിയായി. കാരണം അവിടെ 35% എന്നുള്ള കാത്തിരിപ്പൊന്നും വേണ്ട, 100-ൽ തന്നെ തുടങ്ങുകയാണ്. ഒരു 5% എക്സ്ട്രയും കിട്ടും. അപ്പൊ ഡബിൾ ഹാപ്പിയായി. അങ്ങനെ ആളുകൾ വരാൻ തുടങ്ങി. 0.01 നിന്ന് 0.24 ഏകദേശം ഒരു വർഷം എടുത്ത സിസ്റ്റം 0.24 നിന്ന് 1.98 എത്താൻ എടുത്ത സമയം വരും 3 മാസം. മാർച്ച് 18, ഏപ്രിൽ 18 1 മാസം, മെയ് 18 2 മാസം, ജൂൺ 18 ആയാലേ 3 മാസം ആകൂ, ഏകദേശം 2.5 മാസം. ഈ 2.5 മാസം 1.98ലേക്ക് സിസ്റ്റം എത്തി എന്ന് പറഞ്ഞപ്പോ ടോവയിലും അതിന് ഇമ്പാക്ട് ഉണ്ടായി. കാരണം ടെതറോഷൻ പ്രൈസ് എത്രയാണോ അതിന് 5 ഇരട്ടിയാണ് ടോവയിലെ പ്രൈസ്. ഞാൻ പറയുന്നത് മുതൽ ഇതിന്റെ ബേസ് ആണ്, ഈ ബേസ് കാൽക്കുലേഷൻസ് ആണ്. ഈ ബേസ്മെന്റ് മനസ്സിലാക്കാതെ ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ എന്ത് തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകില്ല. നമുക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് വേണം. ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നടന്നു പോവുകയാണ്, അതിന്റെ അറ്റത്തെത്താൻ സാധിക്കണം, അപ്പുറം കടക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നടന്ന് അവിടെ എത്തുമെന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകണം. ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് വരും? ഈ പ്ലാറ്റ്ഫോം ഉറപ്പിച്ചിരിക്കുന്ന ആ പ്രതലത്തെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകണം. അവിടെ വഴുവഴുപ്പുണ്ടോ നമുക്ക് ധാരണ ഉണ്ടാകണം. ഭയന്ന് 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 നമ്മൾ എന്തു ചെയ്താലും നമുക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. ഭയന്നല്ല അവിടെ ചെയ്യേണ്ടത്, സ്ട്രോങ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ്. സോ ടെതറോഷൻ ലിക്വിഡിറ്റി ഇനി ഒരിക്കലും കുറയാത്ത ലിക്വിഡിറ്റിയാണ്. കാരണം ഈ സിസ്റ്റത്തിൽ എന്ത് ആക്ടിവിറ്റി നടന്നാലും ഈ ലിക്വിഡിറ്റിയിൽ ഫണ്ട് കയറാൻ തുടങ്ങും. അതനുസരിച്ച് പ്രൈസിൽ മാറ്റം വരാൻ തുടങ്ങും. അതെപ്പോഴും വില കൂടുന്ന രൂപത്തിലായിരിക്കും, ഒരിക്കലും കുറയുന്ന രൂപത്തിലല്ല. ഉദാഹരണം, ടോവ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് ഒരു $2 ലക്ഷം ബിസിനസ് ഒരു സമയത്ത് നടന്നു. ഒരു ദിവസം കൊണ്ടാവാം, ഒരു മണിക്കൂർ കൊണ്ടാകാം, ഒരാഴ്ച കൊണ്ടാകാം, ഒരു മാസം കൊണ്ടാകാം. പക്ഷെ $2 ലക്ഷം ബിസിനസ് നടന്നാൽ ആ $2 ലക്ഷം അതിന്റെ 20% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പൊ $2 ലക്ഷം 20% എത്രയാണ്? $2 ലക്ഷം 20% എന്ന് പറയുമ്പോൾ 40,000 സോ $4,47,000 ലിക്വിഡിറ്റി ഉള്ള സിസ്റ്റത്തിലേക്ക് ഒരു $40,000 ആഡ് ചെയ്യപ്പെട്ടാൽ $4,87,000 ലിക്വിഡിറ്റി മാറും.
ഇവിടെ യൂണിറ്റിന് എണ്ണത്തിൽ മാറ്റം വരുന്നില്ല. കാരണം ടെതറോഷൻ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ യൂണിറ്റുകൾ ബൈ ചെയ്യപ്പെടുമ്പോൾ മാത്രമേ യൂണിറ്റുകൾ എണ്ണം കൂടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെയിം കോയിൻ നമ്പറാണ് 2,25,624.4674 തന്നെയാണ് സിസ്റ്റത്തിൽ ഉണ്ടാകുക. പക്ഷെ ലിക്വിഡിറ്റി 40,000 കയറി. പ്രൈസ് 1.98 നിന്ന് 2.15 കയറി. സോ ടോവയിലെ പ്രൈസ് 9.9 നിന്ന് 10.79 മാറി. നോക്കൂ, ഒരു ആക്ടിവിറ്റി നടന്നു. എന്താണ്? $2 ലക്ഷം ടോവ യൂണിറ്റുകൾ സിസ്റ്റത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തപ്പോൾ സിസ്റ്റം എന്ത് ചെയ്തു? അതിന്റെ 20% ലിക്വിഡിലേക്ക് ആഡ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൈസ് ചേഞ്ച് സംഭവിച്ചു. അപ്പോ ഇന്ന് 9.99 എന്ന റേറ്റിൽ $1,000 ഒരാൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 9.9 എന്ന റേറ്റിൽ ആൾക്ക് 101 യൂണിറ്റുകൾ കിട്ടുന്നുണ്ട്. ഈ 101 യൂണിറ്റുകൾ 10.79 അദ്ദേഹം സെല്ല് ചെയ്താൽ അദ്ദേഹം കിട്ടുന്നത് $1,089. സോ ഈ ആക്ടിവിറ്റി നടന്നപ്പോ യൂണിറ്റ് കൈവശമുള്ള ഒരാൾക്ക് $89 പ്രൈസ് ഹൈക്ക് സംഭവിച്ചു, ലാഭം ലഭിച്ചു. ഇവിടെ ലാഭം കിട്ടുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ സ്വർണവുമായിട്ടായിരിക്കാം. പക്ഷെ സ്വർണത്തിൽ വില കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് പറയുക, ഒരു 5 വർഷം മുന്നും നമ്മുടെ അടുത്തൊരു 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അടുത്ത ജ്വല്ലറിയിൽ പോയി 10 ലക്ഷം രൂപ കൊടുത്തു, നമുക്ക് സ്വർണം കിട്ടി. പണിക്കുറവ്, പണിക്കാശ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടാകും, സർവീസ് ചാർജ. ഈ സ്വർണം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. 5 വർഷം കഴിഞ്ഞു. ഇന്ന് ആ സ്വർണം എടുത്തിട്ട് നേരെ കടയിൽ പോകുന്നു. ആ കടക്കാരൻ കണക്ക് കൂട്ടി നമുക്ക് പൈസ തരും. ഉറപ്പായിട്ടും ലാഭത്തിലാണ് നമുക്ക് ആ പൈസ കിട്ടുക. നമ്മൾ കൊടുത്തത് 10 ലക്ഷം രൂപയാണെങ്കിൽ ആ 10 ലക്ഷം രൂപയുടെ കൂടെ ലാഭം ഉൾപ്പെടെയുള്ള സംഖ്യ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അവിടെയും ഒരു പണിക്കാശും പണിക്കുറവൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് ലാഭം കിട്ടി. എങ്ങനെയാണ് ഈ ലാഭം കിട്ടിയത്? 5 വർഷം മുന്നേ കൊടുത്ത് നമ്മൾ 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ 5 വർഷവും ആ സ്വർണ്ണക്കടക്കാരൻ കച്ചവടം ചെയ്തുണ്ടാക്കിയ ലാഭവിഹിതമാണോ നമുക്ക് തന്നത്? അല്ല. നമ്മൾ വാങ്ങിവെച്ച സ്വർണം, ആ സ്വർണം ഉപയോഗിച്ച് നമ്മൾ ഈ 5 വർഷം എന്തെങ്കിലും കച്ചവടം ചെയ്തിട്ടാണോ നമുക്ക് ലാഭം കിട്ടിയത്? അതുമല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ 5 വർഷക്കാലം ഗ്ലോബൽ മാർക്കറ്റിൽ ഗോൾഡിന്റെ ട്രേഡ് നടന്നു. ആ ട്രേഡിനനുസരിച്ച് ഡിമാൻഡ് ക്രിയേഷൻ ഉണ്ടായി. ആ ഡിമാൻഡ് ക്രിയേഷൻ അനുസരിച്ച് പ്രൈസ് ഹൈക്ക് ഉണ്ടായി. ആ പ്രൈസ് ഹൈക്കാണ് ഇന്ന് നമുക്ക് കിട്ടിയ ലാഭം. ഇത് തന്നെയാണ് ടോവ. ടെതറോഷൻ വിർച്വൽ അസറ്റ് ഇന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഇന്നത്തെ പ്രൈസിന് വാങ്ങുന്നു. സിസ്റ്റത്തിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് വരുന്നതിന്റെ ഭാഗമായി ഇതിന്റെ വില കയറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വാങ്ങിയതിന് ശേഷം എത്ര പ്രാവശ്യം ബൈ നടന്നു, എത്ര പ്രാവശ്യം സെല്ല് നടന്നു, അതിനാനുപാതികമായി വില കയറിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും ഇറങ്ങില്ല. സോ നമ്മൾ വിൽക്കാൻ പോകുന്ന സമയത്ത് അതിനുള്ളിൽ നടന്ന ഈ ട്രാൻസാക്ഷൻ മൂലം എത്ര ഡിമാൻഡ് കയറിയോ അതനുസരിച്ച് വില മാറി. ആ വില മാറിയപ്പോ നമുക്ക് പുതിയ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നു, നമുക്ക് ലാഭം കിട്ടുന്നു. പക്ഷെ ആ ലാഭത്തിന് സിസ്റ്റം ഒരു പരിധി പറഞ്ഞിട്ടുണ്ട്. ആ പരിധി 30%. അപ്പൊ 30% ലാഭം എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, 30% ലാഭം എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, വോ, അത് ചെറിയ കാര്യമല്ലല്ലോ. ഒരിക്കലും വില കുറയാത്ത പ്ലാറ്റ്ഫോം, അതും ചെറിയ കാര്യമല്ല. അപ്പൊ 30% ലാഭം എടുക്കാൻ പറ്റുന്ന ഈ പ്ലാറ്റ്ഫോമിൽ വില കുറയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. ആളുകൾക്ക് മെസ്സേജ് എത്തണം. അങ്ങനെ എത്തുന്ന ഒരാൾ ഈ സിസ്റ്റത്തിൽ കടന്നു വരാൻ സിസ്റ്റം പറയുന്ന പ്രൈമറി ഗോള് വെറും $20 കൊണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നാണ്. ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാത്ത ആർക്കും ഈ സിസ്റ്റത്തിന്റെ ട്രേഡിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ആ രജിസ്ട്രേഷനിലൂടെ അവർക്ക് 35% യൂണിറ്റ്സ് കിട്ടുന്നുണ്ട്. അത് പ്രൈസ് ഹൈക്കിലൂടെ സെല്ല് ചെയ്ത് $40 ആയിട്ട് സെല്ല് ചെയ്തെടുക്കാം. ടോവ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ $1,000 വാങ്ങുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച്, അപ്പൊ $1,050 യൂണിറ്റ്സ് കിട്ടും. അദ്ദേഹം ഹാപ്പി ആയിരിക്കും. മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഒരു $3,000 കൂടി വാങ്ങുന്നു. അപ്പോ മൊത്തം അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് 3,000 പ്ലസ് 4,000 പ്ലസ് 20, $4,020. മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുമ്പോൾ 1% സർവീസ് ചാർജ് കൊടുക്കണം. അപ്പൊ ഒരു $30 സർവീസ് ചാർജ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ $4,050. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ബ്ലോക്ക് ചെയിൻ നടക്കുന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഒരല്പം ഗ്യാസ് ഫീ ആയിട്ട് ഒരു BNB വെക്കണം, ഒരു $5 BNB. അപ്പോ $4,055 ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് ഒരാൾ കടന്നു വരികയാണ്.
അയാൾക്ക് 30% ലാഭം കിട്ടും. $4000 ഇൻവെസ്റ്റ് ചെയ്തു, അതിന്റെ 30% ലാഭം എന്ന് പറയുമ്പോൾ $5200 ഉണ്ട്. ഈ $5200 അദ്ദേഹം റിട്ടേൺ എടുക്കുമ്പോൾ 3% സർവീസ് ചാർജ് ഡിഡക്റ്റ് ആവും. അപ്പോൾ $156 കുറയും. 5200 നിന്ന് $156 കുറയുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് $5044 ആണ്. അദ്ദേഹത്തിന് മുതൽ മുടക്ക് എത്രയാ? വെറും $4000. സോ $4055 മുതൽ മുടക്കിയ അദ്ദേഹം $5044 വരുമാനത്തിൽ എത്തിയെന്ന് പറയുമ്പോൾ $989 ആ ട്രാൻസാക്ഷൻ ലാഭമാണ്. ഒരൊറ്റ ട്രാൻസാക്ഷനിൽ സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിൽ 10 ട്രാൻസാക്ഷൻ ചെയ്താൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൂടി $9890 ലാഭത്തിലെത്തായി. $9890. വെറും ക്യാപിറ്റൽ $4000 തുടങ്ങിയതാണ്. അതിനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ടപ്പോ ഒരു 10 ട്രേഡ് ചെയ്തപ്പോ $9890 ലാഭത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊക്കെ തന്നെയല്ലേ മാർക്കറ്റിലുള്ള ഏത് ഇൻഡസ്ട്രി നടക്കുക? ഞാനൊരു പ്രൊവിഷൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് ഇമാജിൻ ചെയ്തേ. 5 ലക്ഷം രൂപ മുടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചു. ആ സാധനങ്ങൾ ആവശ്യക്കാർ വന്നപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് പൈസ കിട്ടി. ഈ പൈസ കൊണ്ട് ഞാൻ വീണ്ടും വാങ്ങി. അങ്ങനെ പല പ്രാവശ്യം വാങ്ങലും വിൽക്കലും നടത്തിയപ്പോ സ്റ്റോക്ക് എടുക്കുന്നു, വിൽക്കുന്നു, സ്റ്റോക്ക് എടുക്കുന്നു, വിൽക്കുന്നു. ഇങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു. ഞാൻ കാൽക്കുലേറ്റ് നോക്കുമ്പോൾ എനിക്ക് ലാഭമാണ്. പക്ഷേ അവിടെയുള്ള ലാഭത്തിന്റെ ശതമാനവും ചതുർവർഷം പ്ലാറ്റ്ഫോമിലുള്ള ടോവ അസറ്റ് വാങ്ങി വെച്ച ലാഭത്തിന്റെ ശതമാനവും വളരെ വ്യത്യസ്തമായതുകൊണ്ട് ഇവിടെ വലിയ സാധ്യതയുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ ആ സാധ്യത വലുതാണ്. സ്മാർട്ട് ഫോൺ കൈവശമുള്ള ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ സാധ്യത ഒരുപാട് വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് ഈ ആശയത്തെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചാൽ ഈ ആശയം എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. കൂടുതൽ ആൾക്കാർ ഇവിടെ ബയേഴ്സ് ആയിട്ട് വരും. അങ്ങനെ ബയേഴ്സ് ആയിട്ട് ആളുകൾ കയറി വരുമ്പോൾ അവരെല്ലാവരും ഈ സിസ്റ്റത്തിന്റെ ഡിമാൻഡ് ക്രിയേഷന് കാരണമായി തീരും. അവരുടെ എല്ലാം ആക്ടിവിറ്റിയിലൂടെ ലിക്വിഡിറ്റിയിൽ പണം കയറാൻ തുടങ്ങും. ലിക്വിഡിറ്റിയിൽ പണം കയറാൻ തുടങ്ങുമ്പോൾ ഇവിടെ എല്ലാവർക്കും ലാഭം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. സോ ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് സിസ്റ്റത്തിന്റെ ലിക്വിഡിറ്റി, Web20 ബ്ലോക്ക് ചെയിനിലുള്ള ആ വാലറ്റ്, അത് ട്രാൻസ്പെറന്റ് ആണ്. എത്ര ഫണ്ട് ഉണ്ട് കാണാം, എത്ര ഫണ്ട് വന്നു കാണാം, എത്ര ഫണ്ട് പോയി കാണാം, ഏത് രൂപത്തിൽ വന്നു, ഏത് രൂപത്തിൽ പോയി, മെത്തേഡ് ഓഫ് ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ കണ്ടിട്ടുണ്ട്. അവരുടെ എല്ലാം ബ്ലോക്ക് ചെയിൻ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ട്രാൻസാക്ഷൻ മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ട്രാൻസ്ഫർ എന്ന് മാത്രമാണ്. എന്നാൽ ഇവിടെ ഡെപ്പോസിറ്റ് ടെതർ, ക്ലെയിം ഇൻവെസ്റ്റ്മെന്റ്, ക്ലെയിം MLM, ക്ലെയിം വിർച്വൽ, സെൽ, ബൈ, ഡെപ്പോസിറ്റ് 13x, അഡ്മിൻ വിഡ്രോവൽ, എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു ബ്ലോക്ക് ചെയിൻ. ഒരു എൻട്രി $20 വരുമ്പോൾ 52% ഈ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. പ്രൈസ് ചേഞ്ച് ആകുവേ. $20 52% $10.4. അതൊരു ബോക്സ് ആയിട്ട് സങ്കല്പിച്ച് ഈ ബോക്സിലേക്ക് അത്രയും എമൗണ്ട് ആഡ് ചെയ്യപ്പെടുന്നു. ലിക്വിഡിറ്റി കൂടുന്നു, പ്രൈസ് കൂടുന്നു. ടോവയിൽ നിന്ന് ബൈ ചെയ്താൽ 20% ലിക്വിഡിറ്റിയിലേക്ക് $1000 ബൈ ചെയ്യുമ്പോൾ $200 ലിക്വിഡിറ്റിയിൽ കയറുന്നു. മാർക്കറ്റ് പ്ലേസിൽ ബൈ ചെയ്യപ്പെടുമ്പോൾ 1% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്, അതിന്റെ 20% ലിക്വിഡിറ്റി കയറുന്നു. മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യപ്പെടുമ്പോൾ 3% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്, അതിന്റെ 20% ലിക്വിഡിറ്റി കയറുന്നു. സോ ലിക്വിഡിറ്റി കയറിക്കൊണ്ടേയിരിക്കും. ലിക്വിഡിറ്റി കയറുമ്പോൾ അതിന് ആനുപാതികമായി പ്രൈസ് മാറും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ. ലുക്ക് ഫോർ ദ റിസൾട്ട്. ഒരു റിസൾട്ടിനെ കുറിച്ച് നമ്മളൊന്ന് ആഗ്രഹിച്ച് ഒന്ന് ഇമാജിൻ ചെയ്തേ. നിങ്ങൾ കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇഫ് 1000 traders just do it, 1000 ആൾക്കാർ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു അറിയോ? ഓരോരുത്തരും ഒരാളെ ഈ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ $20 എൻട്രി നടക്കും, 1000 എൻട്രികൾ നടക്കും, $20,000 ബിസിനസ് ആയി. അതിന് 52% ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ $10,400 ലിക്വിഡിറ്റിയില്ല. പ്രൈസ് ജമ്പ് ആവുവേ. ഈ വരുന്നവരെല്ലാവരും ഒരു $1000 കൊണ്ട് ടോവയിൽ ബൈ ചെയ്യുന്നു എങ്കിൽ $10 ലക്ഷം ബിസിനസ് എടുക്കും. അതിന് 20% $2 ലക്ഷം ലിക്വിഡിറ്റി കയറും. ഇവരെല്ലാവരും മാർക്കറ്റ് പ്ലേസിൽ നിന്ന് $1000 വാങ്ങുന്നു. സോ $10 ലക്ഷം ബിസിനസ് എടുക്കും. അതിന്റെ 1% $10,000, അതിന്റെ 20% $2,000 ലിക്വിഡിറ്റി കയറും. സോ $2,12,400 ഈ ഒരൊറ്റ ആക്ടിവിറ്റി നടന്നാൽ നടക്കും. അത് ഒരു ദിവസം കൊണ്ട് വേണോ, 10 ദിവസം കൊണ്ട് വേണോ, ഒരു മാസം കൊണ്ട് വേണോ, 10 മാസം കൊണ്ട് വേണോ, ആർക്ക് തീരുമാനിക്കാം.
ഈ സിസ്റ്റത്തിലുള്ള നമ്മളടക്കമുള്ള കമ്മ്യൂണിറ്റി തീരുമാനിക്കാം. അപ്പൊ ഇവിടെ മാർക്കറ്റ് പ്ലേസിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തേ. 1000 ആളുകൾ $1000 വാങ്ങിച്ചാൽ $10 ലക്ഷം ബൈ. വാവ്. ഇപ്പൊ മാർക്കറ്റ് പ്ലേസിൽ സെൽ ഓർഡർ നോക്കുമ്പോൾ ഒരു 2.5 ലക്ഷം 3 ലക്ഷം. അപ്പൊ ഇത്തരത്തിലൊരു ആക്ടിവിറ്റി വന്നാൽ ബാക്കി വരുന്ന $7 ലക്ഷം അവിടെ ക്യൂ നിൽക്കേണ്ടി വരും പൈസ വെച്ചിട്ട്. ഇത് അതിവിദൂരമല്ലാതെ ടെതർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അതിനുള്ള ചില മാറ്റങ്ങൾ ഈ സിസ്റ്റത്തിൽ വരാൻ പോകുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ചേഞ്ച് വന്നാൽ വാട്ട്സ് യുവർ ഇമ്പാക്ട് ഇൻ യുവർ നെറ്റ്വർക്ക്? നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, നിങ്ങളുടെ ടീമിൽ എത്രമാത്രം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ഇൻ എൻറ്റയർ നെറ്റ്വർക്ക്, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ നെറ്റ്വർക്ക് എത്ര മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ഈ ടോട്ടൽ നെറ്റ്വർക്കിൽ ഇപ്പൊ നിസ്സാരം വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഒരു 10,000 താഴെ, ഒരു 9,000 താഴെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ചെറിയ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് ഇത്രമാത്രം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയ ഒരു മാത്തമാറ്റിക്കൽ അൽഗോരിതത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമിലേക്ക് ഒന്ന് ഇറങ്ങി തിരിച്ചാൽ വലിയ ഇമ്പാക്റ്റുകൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും, നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും, നമ്മുടെ പോക്കറ്റിൽ വരുമാനമാക്കി മാറ്റാൻ സാധിക്കും. 2025 അതൊരു ബുൾ റണ്ണിന്റെ ലൈഫാണ്. ലൈഫിൽ ഇതുവരെ പരാജയങ്ങളുടെ രുചി അറിഞ്ഞ നിങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും വിജയത്തിന്റെ പാതയിലേക്ക് കുതിക്കാൻ പറ്റുന്ന ഒരു വലിയ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം ചെതറോഷനായിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ജൂൺ മാസത്തിൽ സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ചില അനൗൺസ്മെന്റുകൾ വന്നിരിക്കുന്നു. ഒരു അനൗൺസ്മെന്റ് ആണ് ഒരു ഇന്റർനാഷണൽ ടോവ ട്രിപ്പ്. ചെതറോഷൻ വിർച്വൽ അസറ്റ് സ്വന്തമാക്കി അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കിട്ടുന്നു. എക്സ്പ്ലോർ ദ വേൾഡ് വിത്ത് ടോവ. വളരെ സിമ്പിളായ ഒരു കാര്യം ചെയ്താൽ മതി. $1000 കൊണ്ട് സ്മാർട്ട് കോൺട്രാക്റ്റിൽ ടോവയിൽ വാങ്ങുക, $3000 കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുക. 1:3 അനുപാതത്തിൽ 1000 to 3000 ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്യുക. 4 പോയിന്റ് പൂൾ പോയിന്റ് ആയിട്ട് കിട്ടും. ആൻഡ് എ ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും. 4 പോയിന്റ് പൂൾ 1 എന്ന് പറയുമ്പോൾ ഇന്ന് എനിക്ക് പൂൾ ഇൻകമായി കിട്ടിയത് $206 ആണ്. എന്റെ ടീമിൽ അന്വേഷിച്ചപ്പോ $23, $50, $60, $70, $214, $218, $226, $538 വാങ്ങിയ ആൾക്കാരുണ്ട്. ചിന്തിക്കണം, ആ ഇൻകം മന്ത്ലി കിട്ടാൻ പറ്റുന്ന ഒരു പോയിന്റ് നേടുന്ന ആക്ടിവിറ്റി മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും. എന്നിട്ട് 30-ാം തീയതി, ജൂൺ 30-ാം തീയതി ഒരു നറുക്കെടുപ്പിലൂടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. 50% ആളുകളെയാണ് സെലക്ട് ചെയ്യുക. അതിൽ ആദ്യത്തെ 25% ഇന്റർനാഷണൽ ട്രിപ്പ് വിത്ത് എയർ ടിക്കറ്റ്സ്, എയർ ടിക്കറ്റ് ഉൾപ്പെടെ ഇന്റർനാഷണൽ ട്രിപ്പ് കൊടുക്കും. രണ്ടാമത്തെ 25% ആൾക്കാർക്ക് ട്രിപ്പ് കൊടുക്കും വിത്തൗട്ട് എയർ ടിക്കറ്റ്. ഇനി ഒരാൾ $3,500 കൊണ്ട് ടോവയിലും $10,500 കൊണ്ട് മാർക്കറ്റ് പ്ലേസിലും ഈ ടൈമിൽ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡയറക്ട്ലി ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അവിടെ ലക്കി ഡ്രോ ഇല്ല. 4 nights and 5 days വരുന്ന ഈ ഇന്റർനാഷണൽ ട്രിപ്പ് ഒരു ലക്കി ഡ്രോ സെലക്ഷൻ ഇല്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ആണ്. ഏതൊരാൾക്കും നേടിയെടുക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം. ഈ $3,500 ടോവയിൽ വാങ്ങുമ്പോൾ അതിന്റെ 30% ലാഭത്തിൽ നമ്മൾ സെല് ചെയ്തെടുക്കും. $10,500 മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുമ്പോൾ അതിന്റെ 30% ലാഭത്തിൽ നമ്മൾ സെല് ചെയ്തെടുക്കും. ആ ലാഭം കിട്ടുന്നതോടൊപ്പം തന്നെ ഒരു ട്രിപ്പ് കിട്ടുന്നു. ഒരുപാട് കമ്പനികൾ, ഒരുപാട് സിസ്റ്റങ്ങൾ, ഒരുപാട് മാർക്കറ്റിംഗ് ആശയങ്ങൾ, ഒരുപാട് ട്രിപ്പുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം മുടക്കിയ പണം പിന്നെ തിരിച്ചു കിട്ടാറില്ല. ലാഭമൊക്കെ പറയും, ഡെയിലി റിട്ടേൺ തരാന്നൊക്കെ പറയും, പക്ഷെ ഡെയിലി റിട്ടേൺ കൊടുക്കാൻ പറ്റാറില്ല. പക്ഷെ ഈ സിസ്റ്റത്തിൽ $3,500 കൊണ്ട് നമ്മൾ ബൈ ചെയ്താൽ 30% ലാഭം എത്തുന്ന സമയം നമ്മൾ സെല്ല് ചെയ്താൽ അവിടെ ഒരു ബയർ വരുന്ന സമയത്ത് അത് നടക്കും, കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോ 4, 5, 6 ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത് ആൾക്കാർ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് അവർ ഹാപ്പിയാണ്. കാരണം 30% ഉണ്ട്. അതിൽ 3% സർവീസ് ആയിട്ടുള്ള എമൗണ്ട് അവരുടെ കയ്യിൽ കിട്ടുകയാണ്. ആ ഒരു ഉറപ്പ് ഇന്ന് ടെതറോഷന്റെ ട്രേഡേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ഉറപ്പ് കിട്ടിയ എല്ലാവരും വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ സിസ്റ്റം മാറാൻ പോകുന്നു. അതിന് പറ്റുന്ന ചില ലോജിക്കൽ തിങ്കിങ് കൂടി ഈ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അടുത്ത ദിവസം അതിന്റെ അനൗൺസ്മെന്റുകൾ വരും. മാർക്കറ്റ് പ്ലേസ് എന്ന സാധനത്തിന്റെ ക്യൂ ഇന്നൊരു ചലഞ്ചായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ ക്യൂ 100% ഫിനിഷ് ആൻ ഭാഗത്തിന്
ആളുകൾ പണം ഉപയോഗിച്ച് ക്യൂ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഈ ജൂൺ മാസം തന്നെ ഈ സിസ്റ്റം മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ ട്രേഡ് ആൻഡ് ഏൺ, തായ്ലൻഡ് ഓർ മലേഷ്യ, എവിടെയെങ്കിലും എത്താൻ ഈ ഒരു ആശയം സിമ്പിൾ ആണ്. സോ ചോവ എന്ന സിസ്റ്റം, ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോം, ഒരു ഫന്റാസിയുള്ള ഒരു ഇവന്റ് നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ആ ഇവന്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിനുള്ള ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്താൽ കൈ നിറയെ പണം സമ്പാദിക്കാം. ഇത് USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി ദ യൂണിവേഴ്സ് വിൽ ഡിസ്കസ് വുഡ് ആൻഡ് ടെക്നോളജി. ദ യൂണിവേഴ്സ് വിൽ ഡിസ്കസ് വുഡ് ആൻഡ് ടെക്നോളജി. എന്തുകൊണ്ട്? ലോകത്ത് എല്ലാവർക്കും പണം ഉണ്ടാക്കിയേ പറ്റൂ. എന്തുകൊണ്ട് വുഡ് ആൻഡ് ടെക്നോളജി ലോകം ചർച്ച ചെയ്യും? ഇപ്പൊ കാണുന്ന ഏത് മാർക്കറ്റ് പ്ലേസ് എടുത്ത് നോക്കിയാലും, കാൻഡിൽ നോക്കി, ന്യൂസ് നോക്കി, ട്രെൻഡ് നോക്കി, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കി, ലോക്കൽ പൊളിറ്റിക്സ് നോക്കി, മിലിറ്ററികളുടെ മൂവ്മെന്റ് നോക്കി, എല്ലാം ട്രേഡ് എടുക്കുന്ന ഒരു സമൂഹമുണ്ട്. ബില്യൺ കണക്കിന് ഡോളറിന്റെ ട്രേഡ് നടക്കുന്ന ആ പ്ലാറ്റ്ഫോമിലെല്ലാം ലാഭത്തിനോടൊപ്പം നഷ്ടസാധ്യതയുമുണ്ട്. ഒരുപാട് ടെൻഷൻ അനുഭവിച്ചിട്ടാണ് ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആളുകൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഡോളറിന്റെ ട്രേഡ് ഒരു ദിവസം, ഒരു മാസം ഒക്കെ ചെയ്താലും ലാഭവും നഷ്ടവും വന്ന് നെറ്റ് റിസൾട്ട് ആവറേജ് ഒരു 3 മുതൽ 10% താഴെ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടെൻഷൻ ഒരിക്കലും കുറയുന്നുമില്ല. സോ ടെൻഷൻ കുറയാത്ത, ടെൻഷൻ ഇല്ലാത്ത, ടെൻഷൻ ഒട്ടും വേണ്ടാത്ത ഒരു പ്ലാറ്റ്ഫോം, അതാണ് വുഡ് ആൻഡ് ടെക്നോളജിയിൽ നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ആ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത? നമ്മൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങി വെക്കുക, ലാഭത്തിലെത്തുമ്പോൾ വിൽക്കുക. അത് 30% ലാഭത്തിലെത്തുമ്പോൾ വിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ട്രേഡ് 30% ലാഭം എടുക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് തന്നെ നമുക്കൊരു അത്ഭുതമാണല്ലേ. തീർച്ചയായും ഇപ്പോൾ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 18 മുതൽ ഇതിന്റെ ഉപയോഗത്തിലേക്ക് ഒരു സമൂഹം കയറി വന്നു കഴിഞ്ഞു. അവർ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് $1 20 സെന്റിലുണ്ടായിരുന്ന വില ഇപ്പോ $9 90 എത്തി നിൽക്കുന്നു. $10 എത്താൻ പോകുന്നു. തീർച്ചയായും സുഹൃത്തുക്കളെ, ഈ ആശയം സംതിങ് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആയ ആശയത്തിന്റെ രീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇതിന്റെ സയൻസ് കൃത്യമായി പരിചയപ്പെടാനും അതിനെ ഏറ്റെടുക്കാനും നമുക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും ലോകത്ത് വലിയ ട്രെൻഡാണ് സംഭവിക്കാൻ പോകുന്നത്. ആ ട്രെൻഡിൽ നമുക്കും പണം സമ്പാദിക്കാം. ഞാൻ ഈ സിസ്റ്റത്തെ പരിചയപ്പെടുന്നത് 2024 ഏപ്രിൽ 2-ാം തീയതിയാണ്. അന്ന് വൈകിട്ട് 7:36 ഈ സിസ്റ്റത്തിന്റെ എല്ലാ അൽഗോരിതത്തെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ തുടങ്ങി. എന്നിട്ടും മെയ് 7-ാം തീയതി വരെ ഇതിന്റെ പ്രൊമോഷൻസിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല. മെയ് 7-ാം തീയതി എത്തിയപ്പോ ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യാം, എനിക്ക് കോൺഫിഡൻസ് കിട്ടി. ഈ സിസ്റ്റം ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ കസ്റ്റമറോട് ഞാൻ സംസാരിച്ചു. ഒരാളെയും ഞാൻ സഹായത്തിന് വിളിച്ചില്ല, കാരണം ഈ സിസ്റ്റം എന്താണെന്ന് ഞാൻ പഠിച്ചു. അന്ന് മുതൽ സൂം പ്രോഗ്രാമുകൾ വരുമ്പോൾ അതിന്റെ പ്രസന്റേഷനിലേക്ക് ഞാൻ കയറി വന്നു. ഈ ആശയത്തെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ചു. വീണ്ടും വീണ്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. വരുന്ന ആളുകൾക്കെല്ലാം കോയിൻ സെല് ചെയ്ത് കാണിക്കാൻ തുടങ്ങി. ഇടുന്നതിനേക്കാൾ ഈസിയാണ് വിൽക്കാനെന്ന് ബോധ്യപ്പെട്ട സമയത്ത് ആളുകൾ കയറി വരാൻ തുടങ്ങി. ആശങ്കകൾ പറഞ്ഞ ആൾക്കാരുണ്ട്, ഇത് സ്ലോ ആണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ മനസ്സിലാക്കിയ ആൾക്കാർ കൂടെ നിന്നു. അങ്ങനെ കൂടെ നിന്ന് ഡെവലപ്പ് ചെയ്തപ്പോ ഇന്ന് ഈ സിസ്റ്റം പറയുന്ന പല റാങ്കുകളും എനിക്ക് വിൻ ചെയ്യാൻ സാധിക്കും. ഞാൻ സിൽവറായി, ഗോൾഡായി, എമറാൾഡായി, ഇപ്പൊ ഡയമണ്ട്ഷിപ്പ് എന്ന ക്വാളിഫിക്കേഷൻ എത്തി നിൽക്കുന്നു. സെയിം ടൈം ടീമിൽ എമറാൾഡുകളുണ്ട്, ടീമിൽ ഗോൾഡുകളുണ്ട്. ഓരോ ദിവസവും ഒരു 10ഉം 20ഉം സിൽവേഴ്സ് ഇപ്പൊ ടീമിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡ് റാങ്കുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് വിവിധ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പല ദേശങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ദ യൂണിവേഴ്സ് വിൽ ഡിസ്കസ് വുഡ് ആൻഡ് ടെക്നോളജി. ഞാൻ വെറുതെ പറയുന്നതല്ല. കേവലം 9,000-ൽ താഴെ വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ പ്ലാറ്റ്ഫോമിൽ 90,000 വാലറ്റുകൾ വരും. 9 ലക്ഷം വാലറ്റുകളും വരും. 90 ലക്ഷം വാലറ്റുകളും വരും. 9 കോടി വാലറ്റുകളും വരും. 90 കോടി വാലറ്റുകളും വരും. അങ്ങനെ വരുമെങ്കിൽ ഈ മീറ്റിംഗ് ഹോളിരിക്കുന്ന 434 ആളുകളുടെ അക്കൗണ്ടിൽ എത്രമാത്രം പണം വരാനുണ്ട്? പണം വരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, പണം കളക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ടെതർ ഓഷ്യൻ പണത്തിന്റെ വലിയ ഒരു കടൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ടെതറാണ്, USDT ആണ് ഇവിടെ കളക്ട് ചെയ്യാനുള്ളത്. കളക്ട് ചെയ്യുക, അച്ചീവ് ചെയ്യുക,
തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള അവസരം ദൈവം ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ പ്രസന്റേഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. നമുക്കൊരു അല്പം ഡിസ്കഷനിലേക്ക് പോകാം. മൈക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരാം. ഒന്ന് ഹാൻഡ് റൈസ് പോയാൽ മതി. റഷീദ് അലി മാസ്റ്റർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? റഷീദ് അലി മാസ്റ്റർ മൈക്ക് ഓപ്പൺ ചെയ്തോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. നമസ്കാരം. ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി. ഞാൻ ഈ കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ഓക്കെ. മെയ് 7-ാം തീയതി. മെയ് 7-ാം തീയതി. ഓ, നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ, ഞാൻ 2024 മെയ് 7-ാം തീയതി പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ ഞാൻ ഓൾറെഡി 45 പേരെ ബിസിനസ്സിൽ കൊണ്ടുവന്നു. ഞാൻ സിൽവർ റാങ്ക് അച്ചീവറാണ്. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. പക്ഷേ ഇവിടെ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, പറഞ്ഞോളൂ. ഞാന് 26-ാം തീയതി എന്റെ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ് പിൻവലിച്ചിട്ട് ഇന്നേക്ക് 8 ദിവസമായി. ശരി. എന്റെ പേയ്മെന്റ് ഇപ്പോഴും എനിക്ക് കിട്ടിയില്ല എന്നില്ല. ഒരു തടഞ്ഞു വെച്ചതാണോ? അല്ല, പിന്നെന്താ? അവിടെ ക്യാൻസൽഡ് വന്നു. പിന്നെ 2 വട്ടം കമ്പനിയുടെ പ്രശ്നം വന്നു. എന്തുകൊണ്ട് ക്യാൻസൽഡ് വന്നു? അതെ, എന്തുകൊണ്ട് വന്നു സാർ പറയും. അല്ല, നിങ്ങൾ പറയൂ. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്ത ആളാണ്. അല്ല, സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്ത ആളാണ്. അത് പറയൂ, എന്തുകൊണ്ട് വന്നു? കൂടുതൽ ആളുകള് പിന്നെ വളഞ്ഞ വഴിയിലൂടെ പോയപ്പോ അവിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ഒരു വിലയിരുത്തൽ അങ്ങനെയായിരിക്കാം. പക്ഷെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ സിസ്റ്റം കൊണ്ടുവന്ന 2-3 ഇംപ്ലിമെന്റേഷൻസ് കണ്ടീഷൻസ്, അതായത് 1:3 എന്ന റേഷ്യോ ആണ് മാർച്ച് 18-ാം തീയതി സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ പറഞ്ഞത്. ടോവയിൽ 1 പ്രാവശ്യം വാങ്ങും, മാർക്കറ്റ് പ്ലേസിൽ 3 പ്രാവശ്യം വാങ്ങും, തിരിച്ച് ടോവയിൽ വാങ്ങും, തിരിച്ച് മാർക്കറ്റ് പ്ലേസിൽ 3 പ്രാവശ്യം വാങ്ങും. ഈ തിയറിയാണ് സിസ്റ്റം തുടക്കം മുതലേ പറഞ്ഞത്, മാർച്ച് 18-ാം തീയതി മുതൽ പറഞ്ഞത്. ശരിയല്ലേ? പക്ഷെ അത് അതുപോലെ പാലിക്കാൻ എല്ലാവരും തയ്യാറായില്ല എന്നുള്ള സത്യം തന്നെയാണ്. പലരും ടോവയിൽ മാത്രം വാങ്ങിപ്പോയി. കാരണം കമ്മീഷൻ നന്നായിട്ട് കിട്ടുന്നത് ടോവയിലാണ്. വരുന്ന ആളുകൾക്ക് മുഴുവൻ ടോവയിൽ മാത്രം വാങ്ങിപ്പിച്ചു. പല വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വാങ്ങിപ്പിച്ചു. ഒരാൾക്ക് തന്നെ 10, 20, 30, 40 വാലറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അതിലൊക്കെ വാങ്ങിപ്പിച്ചു, ടോവയിൽ മാത്രം. കാരണം അങ്ങനെ വാങ്ങിയാലേ അവർക്ക് കമ്മീഷൻ കിട്ടൂ. പക്ഷെ ടോവയിൽ വാങ്ങുന്ന യൂണിറ്റ് വിൽക്കുന്നത് മാർക്കറ്റ് പ്ലേസിലാണ്. അവിടെ വാങ്ങാൻ ആള് വേണം. അവിടെ ആള് വാങ്ങുന്നതിനെ കുറിച്ച് ഒരു പ്രൊമോഷൻസും ചെയ്ത ആൾക്കാരൻ കുറവായിരിക്കും ഒരുപക്ഷെ. ഇനി ചിലർ ചെയ്തത്, അവര് ടോവയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞപ്പോൾ 20 ദിവസം ലോക്കിംഗ്, 14 ദിവസം ലോക്കിംഗ്. ഈ 14 ദിവസം കൊണ്ട് 130%, 140%, 160% ഒക്കെ വരും. പക്ഷെ ഒരു കാര്യമില്ല, 130% കിട്ടുള്ളൂ. എന്നാൽ മാർക്കറ്റ് പ്ലേസിൽ 3 ദിവസം കൊണ്ടും 4 ദിവസം കൊണ്ടും എന്ത് കിട്ടുന്നു? 30% കിട്ടുന്നു. അപ്പൊ മാർക്കറ്റ് പ്ലേസിലെ ലാഭം. അങ്ങനെ അവർ മാർക്കറ്റ് പ്ലേസിൽ മാത്രം വാങ്ങാൻ തുടങ്ങി. അതായത് സിസ്റ്റം ഒരു ബാലൻസ് പറഞ്ഞിട്ട് ഈ ബാലൻസിനെ കുറിച്ച് ചിന്തിക്കാതെ, ഈ ബാലൻസിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാതെ അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ട്രേഡ് ചെയ്തു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ സിസ്റ്റത്തിന് അതിന്റെ ബാലൻസ് തിരിച്ചു പിടിച്ചേ പറ്റൂ. അവരെന്ത് ചെയ്തു? 1:3 എന്നുള്ളത് സ്ട്രിക്റ്റ് ആക്കി. ടോവയിൽ 1 പ്രാവശ്യം വാങ്ങിയാൽ 3 പ്രാവശ്യം മാത്രമേ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങാൻ പറ്റൂ. അതിൽ കൂടുതൽ വാങ്ങണമെങ്കിൽ വീണ്ടും ടോവയിൽ വാങ്ങണം. ഒപ്പം ചില ആളുകൾ ചെയ്ത പണി, മാർക്കറ്റ് പ്ലേസിൽ വാങ്ങുന്നു, അപ്പൊ തന്നെ വിൽക്കാനിടുന്നു. കാരണം 5-6 ദിവസം കൊണ്ട് വിറ്റ് പോകുമ്പോൾ ഈ 6 ദിവസം ഗ്രോത്ത് കിട്ടിയാൽ മതി. പക്ഷെ അവിടെ സംഭവിക്കുന്നത് 30% ഗ്രോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ വിൽക്കുമ്പോൾ അവരുടെ സെൽ ഓർഡർ ഈ ക്യൂവിന്റെ ഒക്കെ താഴെ പോയി കിടക്കുന്നു. അപ്പൊ കാത്തിരിപ്പിന്റെ നീളം കൂടുന്നു. ഇതിന് സൊല്യൂഷൻ ആയിട്ട് 30% എത്തിയാൽ മാത്രമേ വിൽക്കാൻ പറ്റൂ എന്ന കണ്ടീഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ടീമിന് ഒരു സമയം വേണമായിരുന്നു. 11-ാം തീയതി ഒരു ദിവസം 11 മണി മുതൽ 3 മണി വരെ അവർ സമയം ചോദിച്ചു. എല്ലാവർക്കും അനൗൺസ്മെന്റ് കൊടുത്തു. 11 മണിയായപ്പോ സെൽ ഓർഡർ ഒക്കെ ക്യാൻസൽ ആയി. മിടുക്കന്മാരായ ആൾക്കാർ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സെൽ ഓർഡർ ക്യാൻസൽ ആയി കിടക്കുക. അപ്പൊ തന്നെ സെൽ ഓർഡർ പ്ലേസ് ചെയ്തു. സോഫ്റ്റ്വെയർ ടീം അതിന്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കുറെ സെൽ ഓർഡർ വീണ്ടും കിടക്കുക. അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിൽ പല സെൽ ഓർഡറുകളും ഒരുപക്ഷെ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ സിസ്റ്റത്തിന് വീണ്ടും കോംപ്ലിക്കേഷൻ കൂടും. അവർ പിറ്റേ ദിവസം വൈകിട്ട് 6:30 മുതൽ 7:45 സമയം വീണ്ടും ചോദിച്ചു. വീണ്ടും ഈ സെൽ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഇത് ഈ സിസ്റ്റത്തിൽ വന്ന എല്ലാവർക്കും ഒരുപോലുള്ളത്. ഇത് നെഗറ്റീവ് അല്ല.
സിസ്റ്റത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമായ ഒരു കാര്യം ചെയ്തു എന്ന് മാത്രം. ഇത് ഈ സിസ്റ്റം മാത്രമല്ല, ലോകത്തെ എല്ലാ സെഗ്മെന്റുകളും ഇത് ചെയ്യാറുണ്ട്. തുടക്കത്തിൽ ചതുരോഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന ആളുകൾക്കും ഇതേപോലെയുള്ള ചില മാറ്റങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. 2024 മാർച്ച് 20 തുടങ്ങിയ ടെതറോഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഒരു ജൂൺ മാസത്തോടു കൂടിയാണ് ഫുൾ സിംഗിലേക്ക് മാറിയത്. പിന്നീട് ഒരിക്കലും ടെതറോഷൻ ഒരു മാറ്റത്തിന് ഒരു സാധ്യത പോലും വന്നിട്ടില്ല. മാർക്കറ്റ് പ്ലേസും അതുപോലെ തന്നെയാണ്. പ്രാക്ടിക്കൽ സൈഡിൽ വരേണ്ട ചില കാര്യങ്ങൾ അതൊരിക്കലും പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റില്ല. അത് പ്രാക്ടിക്കൽ സൈഡിൽ മുന്നോട്ട് വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അത് മനസ്സിലായി വരുമ്പോൾ കൃത്യമായിട്ട് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പോ ഈ മീറ്റിംഗിൽ ഞാൻ അനൗൺസ് ചെയ്യുകയാണ്, ഒരു പുതിയ മാറ്റം കൂടി വരാൻ പോകുന്നുണ്ട്. ആ മാറ്റം എങ്ങനെയാണ്? ബൈ എന്നുള്ളത് ഒരേ ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അത് ബൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 25% 75% ആയിട്ട് ബൈ ആകും. അതായത് $1000 വാങ്ങിയാൽ $250 ടോവയിലും $750 മാർക്കറ്റ് പ്ലേസിലുമായിട്ട് ബൈ നടക്കും. സെപ്പറേറ്റ് ചെയ്യണ്ട. സെപ്പറേറ്റ് ചെയ്യണ്ട. അപ്പോ സിസ്റ്റം ഉദ്ദേശിക്കുന്ന റിയൽ 1:3 അവിടെ ഇംപ്ലിമെന്റ് ആകും. ഒരു ബൈ, ഒരു റീബൈ, ഒരു എൻട്രി, ഒരു പുതിയ ജോയിനിങ് എല്ലാം മാർക്കറ്റ് പ്ലേസിലെ 3 ബൈ ആയിട്ട് മാറും. മാർക്കറ്റ് പ്ലേസിലെ ക്യൂ പെട്ടെന്ന് ഫിനിഷ് ആവും. പെട്ടെന്ന് ആൾക്കാർക്ക് പൈസ കിട്ടാൻ അവർ വീണ്ടും വാങ്ങും. ഓരോ വാങ്ങലും ടോവയിലും മാർക്കറ്റ് പ്ലേസിലും ഒരുപോലെ ബൈ ആയി മാറുമ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ കമ്മീഷൻ കിട്ടും. പെട്ടെന്ന് ടേൺ ഓവർ കയറും, എല്ലാവരും റാങ്ക് മാറും. ഒരു ഫാസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് സിസ്റ്റം കൺവേർട്ട് ചെയ്യപ്പെടും. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ആ ഒരു മാറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ ജൂൺ മാസം തന്നെ ഈ ക്യൂ എല്ലാം ഫിനിഷ് ആവും. ഇനി ക്യൂവിന് പ്രസക്തി ഇല്ലാത്തൊരവസ്ഥ വരും. പൈസ വെച്ചിട്ട് ആൾക്കാർ ക്യൂ നിൽക്കും. ആരെങ്കിലും വിൽക്കണവേ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വിൽക്ക്, നിങ്ങൾ എന്താ വിൽക്കാണ്ടിരിക്കണെന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. ഞാൻ ആദ്യമായിട്ടാണ് വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്ന പ്ലാറ്റ്ഫോം കാണുന്നത്. എല്ലാവരും ചെയ്യല്ലേ, ഹോൾഡ് ചെയ്യൂ എന്ന് ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഈ സിസ്റ്റം പറയും നിങ്ങൾ വിൽക്ക്, വിട്ടോ ചെയ്യേ, വിൽക്ക്, ഇങ്ങനെ പറയുന്ന പ്ലാറ്റ്ഫോം ഞാൻ ആദ്യമായിട്ട് കാണുന്ന അല്ലേ എന്റെ മാഷേ? തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിന്റെ ഈ സയൻസ് ജനം ഒന്ന് മനസ്സിലാക്കിയുണ്ടല്ലോ, ഇവിടെ തരംഗം സൃഷ്ടിക്കപ്പെടും. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കും മാഷിനും ഈ മീറ്റിംഗ് കൊള്ളിക്കുന്ന 449 പേർക്കും ഇന്ന് സാധിക്കും. നമ്മൾ മെനക്കെട്ടാൽ നമ്മളായിരിക്കും അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ആൾക്കാർ. നമ്മൾ മെനക്കെട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ആമ്പിള്ളേരത് മെനക്കെടും, അവർ പൈസ ഉണ്ടാക്കും. നമ്മൾ നോക്കി നിൽക്കും, ഏതാ വേണ്ടേ? നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോ നെഗറ്റീവാണോ പോസിറ്റീവാണോ അപ്പൊ സംഭവിച്ചത്? അല്ല, ഞാൻ പറയാം, എന്നാലും നമ്മൾ പുതിയ ആളുകളാവുമ്പോ, കാരണം നമ്മൾ തന്നെ സെല്ല് ചെയ്ത് കിട്ടിയില്ല, അപ്പൊ ഇനി മറ്റുള്ളവരോട് പറയാൻ നമുക്കൊരു പറയണ്ടെന്നേ സിസ്റ്റം പറയുന്നുണ്ടോ ഇപ്പൊ തന്നെ പറയാൻ? അല്ല, നമ്മള് ലീഡേഴ്സൊക്കെ എന്റെ ലീഡർ ഇപ്പൊ ഷാജി, സുബിൻ ഇരിഞ്ഞാലക്കുടിയും ഷാജിയാണ് അതിന്റെ അപ്ലൈ ആയിക്കൊള്ളട്ടെ. ചെയ്യുന്നതാരാ? നമ്മളാ ആണ്. നമുക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതിയെന്നേ. നമുക്ക് വേണമെങ്കിൽ ഇത് കോൺഫിഡൻസ് വന്നിട്ട് ചെയ്താൽ മതിയല്ലോ, നിർബന്ധമൊന്നുമില്ല എന്ന് തന്നെ ചെയ്യണമെന്ന് ഉണ്ടോ? നാളെ തീർന്നോണ സാധനമൊന്നുമല്ലല്ലോ, അല്ലല്ല, നാളെ ഉണ്ടാവുമല്ലോ ഇത്. പക്ഷെ അല്ലേ, നമ്മളോട് ഇവര് പറഞ്ഞ സമയത്ത് ഈ 14 ദിവസം ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കൊണ്ട് ക്ലിയർ ആവും പറഞ്ഞത്, അത് ക്ലിയർ ആയില്ല. അതാണ് നമ്മളെ പ്രശ്നം. അല്ല, അത് എന്തുകൊണ്ടാ? അത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാന്ന്? അതെ, മനസ്സിലായെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ? അതിന് പിന്നെ കിടന്ന് ഈ ചക്കയുടെ വെളിഞ്ഞിൽ കിടന്ന് കുഴഞ്ഞു മറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായെങ്കിൽ ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. ഇപ്പൊ വന്ന മാറ്റങ്ങൾ പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാ. പിന്നെ നമ്മൾ ഈ വെളിഞ്ഞിന് കിടന്ന് കുഴയുമ്പോൾ വീണ്ടും കുഴഞ്ഞ് സംസാരിച്ചിട്ടുള്ള എന്നാലും സാറിന്റെ അഭിപ്രായത്തിൽ എത്ര ദിവസം കൊണ്ട് ഇത് ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്? ഏകദേശം ഇപ്പൊ 10 മാസം എടുക്കുമായിരിക്കും. ചിലപ്പോ 10 മാസം എടുക്കുമായിരിക്കും. കാരണം എന്താ, മാർക്കറ്റ് പ്ലേസിൽ ബയേഴ്സ് ആരും വന്നില്ല. പുതിയ കോഡിങ്ങിനുള്ള സമയം 10 മാസം എടുത്തു എങ്കിൽ 10 മാസം കഴിഞ്ഞാൽ അത് ക്ലിയർ ആവത്തുള്ളൂ. സാറേ, റഷീദ് അലി മാസ്റ്ററെ, ലോകത്തെ നമ്പർ 1 എക്സ്ചേഞ്ച്, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ബിനാൻസാ. ആ ബിനാൻസിലെ ടോപ്പ് മോസ്റ്റ് കറൻസി ബിറ്റ്കോയിനാ. ഞാനും റഷീദ് അലി മാസ്റ്ററും ഇന്ന് പോയി ബിറ്റ്കോയിൻ വാങ്ങാണ്. അടുത്ത മൊമെന്റ് മുതൽ ബിറ്റ്കോയിന്റെ വില താഴ്ന്നു പോയി. നമ്മുടെ മുടക്ക് മുതൽ കിട്ടാൻ എത്ര നാൾ കാത്തിരിക്കണം മാഷെ?
കഴിഞ്ഞ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എന്തിനാ? മുടക്കുമുതൽ കിട്ടാൻ. ഇവിടെ എന്താണ്? 4 ദിവസം കഴിഞ്ഞാലും 30% ലാഭം കിട്ടും അല്ലേ? 10 ദിവസം കഴിഞ്ഞാലും വിറ്റ് കിട്ടുന്നത് എന്താ? 30% ലാഭത്തിൽ തന്നെ അല്ലേ? നഷ്ടം വരുമോ? ഇല്ല. ഇതല്ലേ ഏറ്റവും പോസിറ്റീവായ മാർക്കറ്റ്. ബയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗം ഉണ്ടായാൽ പോരെ? ഇപ്പൊ നിലവിൽ 9,000 വാലറ്റ് ഉണ്ട്. ഈ 9,000 വാലറ്റിൽ റഷീദ് അലി മാസ്റ്റർ വാലറ്റ് ഉണ്ട്, ശരിയല്ലേ? അബ്ദുൾ മജീദിന്റെ വാലറ്റും ഉണ്ട്. ഈ വാലറ്റിനൊന്നും ഒരു ആക്ടിവിറ്റിയും ഇല്ല. ഇപ്പൊ മാർക്കറ്റിൽ ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്ത 2 പേരുണ്ട്, എമറാൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്ത കുറെ ആളുകളുണ്ട്, പിന്നെ ഗോൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്ത കുറെ ആൾക്കാരുണ്ട്. ആ റേഞ്ചിലുള്ള ആൾക്കാരെല്ലാം ഇത് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു 100 പേരുണ്ടെങ്കിൽ ഓരോരുത്തരും 90 പേരെ കൊണ്ടുവന്ന പുതിയതായിട്ടൊരു 9,000 ആൾക്കാർ സിസ്റ്റത്തിൽ വരൂലേ? അവരെല്ലാവരും വാങ്ങൂലേ? അവർ വാങ്ങുന്നത് ഇപ്പോൾ ഉള്ള 9,000 ആൾക്കാരുടെ യൂണിറ്റ് അല്ലേ വാങ്ങുള്ളൂ? എങ്കിൽ ഇപ്പോൾ 9,000 ആൾക്കാർക്ക് പൈസ കിട്ടൂലേ? അത്രേ ഉള്ളൂ. സിമ്പിളാണ് ഈ ആശയം, വലിയ തലവേദനയൊന്നുമില്ല. ആശങ്കക്ക് ഇവിടെ സ്കോപ്പില്ല. പക്ഷെ ആശങ്ക നമുക്ക് വരും. എന്താ കാരണം? ഒരുപാട് പ്രൊജക്റ്റിലൂടെ ഒക്കെ പോയി കൈകൊള്ളി നിൽക്കുക. ഇനിയൊരു കൈകൊള്ളാനൊരു സാധ്യത നമ്മുടെ മുമ്പിൽ ഇല്ല. അതിനുള്ള അവസരം നമുക്കില്ല, അതിനുള്ള ആയുസില്ല. അതുകൊണ്ടുള്ള ആശങ്കയല്ലേ? അതിനാണ് ഞാൻ ഈ പ്രസന്റേഷന് തുടക്കത്തിൽ പറഞ്ഞത്, ഈ സിസ്റ്റത്തിന്റെ ഗ്രോത്തിനെ കുറിച്ചോ സ്പീഡിനെ കുറിച്ചോ അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബേസിക് മാത്തമാറ്റിക്സിനെ കുറിച്ചാണ്. ബേസിക് മാത്തമാറ്റിക്സിൽ ഈ സിസ്റ്റത്തിന് ഒരു തരത്തിലും ഒരു അപകടമില്ല. 0 ലിക്വിഡിറ്റി തുടങ്ങിയിട്ട് $5,56,000 ഇപ്പൊ ലിക്വിഡിറ്റിയിലുണ്ട്. അതെങ്ങനെ വന്നതാ? എങ്ങനെ വന്നത്? 5,56,000 ആരെങ്കിലും ട്രാൻസ്ഫർ വെച്ചാണോ? അല്ല. ഈ സിസ്റ്റത്തിലെ ട്രാൻസാക്ഷൻസിലൂടെ ഈ സിസ്റ്റത്തിൽ ലോജിക് അനുസരിച്ച് അക്യുമുലേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലെ? അതെടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. എങ്കിൽ സിസ്റ്റം ഇവിടെ ഉണ്ടാകും എത്ര കാലം കഴിഞ്ഞാലും. നമ്മൾ മുൻകാലം കണ്ട പോലെ സിസ്റ്റം വൈൻഡപ്പ് ആയി പോകുന്ന സിസ്റ്റം ഒന്നും അല്ല. തീർച്ചയായും. താങ്ക് യു. യെസ്, പ്രജീഷ്. ഹലോ. യെസ് പ്രജീഷ്, സംസാരിച്ചോളൂ. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. സാർ, എന്റെ പേര് പ്രജീഷ് എന്നാണ്. ഞാൻ നിലമ്പൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എവിടെ? നിലമ്പൂർ. ഓക്കെ, പറയൂ. ഫസ്റ്റ് ഓഫ് ഓൾ, സാറിന്റെ പ്രസന്റേഷൻ എക്സലന്റ് ആണ്. എല്ലാ മീറ്റിങ്ങിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി ഒരു 2 ആഴ്ചയായിട്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഒരു ടെൻഷൻ. അപ്പൊ ഈ മീറ്റിംഗിൽ വരുമ്പോഴാണ് നമുക്ക് ആ ടെൻഷൻ ഒന്ന് റിലീഫ് ആവുന്നത്. പക്ഷെ വീണ്ടും പകലാവുമ്പോ വീണ്ടും നമുക്ക് ടെൻഷൻ വരും. കാരണം നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് അടുത്ത മീറ്റിംഗ് വരുന്നത്. അതുവരെ നമ്മൾ നേരത്തെ സാറ് പറഞ്ഞ മാർക്കറ്റ് പ്ലേസിലത്തെ ക്യൂ അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുള്ള ഒരു സങ്കടം നമ്മളെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റമില്ലേ? ഒരു 50 പേരൊക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം പോകുന്നത്. അത് വളരെ സ്ലോ ആയി. ഇന്ന് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ 50 പേര് പോകുന്നത് പ്രജീഷ് ഇന്ന് എത്ര പേരോട് സംസാരിച്ചു ഈ ആശയം? അതാണ് പ്രശ്നം, നമുക്ക് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഇപ്പൊ വരുന്നില്ലേ. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഞാൻ ഇതിന്റെ ഈ ജൂൺ മാസം നിങ്ങൾ ഫിനിഷ് ആവുമ്പോഴത്തേക്കും പ്രജീഷ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിക്കാൻ പോകുന്നത്. അത് ഞാൻ പറയുന്ന ഉറപ്പായിരിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മൾക്ക് ഇട്ടിരിക്കുന്ന കാശ് ധൈര്യപൂർവ്വം പിൻവലിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാം. പിൻവലിച്ചോ? ഇല്ല, പിൻവലിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പോഴും അല്ല, ഒരു സൈക്കിൾ പിൻവലിച്ചു. ഒരു സൈക്കിൾ എന്നിട്ടാണോ ടെൻഷൻ? എന്നിട്ടാണ് ടെൻഷൻ. കാരണം എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ സിസ്റ്റത്തിന്റെ പ്രൊസീജിയർ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നതിന്റെ അർത്ഥം. അല്ല, അതെനിക്ക് മനസ്സിലായി, കറക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ പിന്നെ ടെൻഷന് പ്രസക്തി ഇല്ല. ഞാൻ പ്രജീഷിനെ പോലെ തന്നെ ഒരാൾ സുഹൃത്ത് പറഞ്ഞപ്പോ ഈ സിസ്റ്റം കണ്ട് മനസ്സിലാക്കി ഈ സിസ്റ്റത്തിൽ $100 രജിസ്റ്റർ ചെയ്ത് കയറി വന്നൊരു മനുഷ്യനാണ് ഈ അബ്ദുൾ മജീദ്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു മഹത്വം ഇല്ല. പക്ഷേ ഈ സിസ്റ്റത്തിന്റെ ബേസ് എന്താണെന്നും ഈ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചതെന്നും ഈ മരം നട്ടിരിക്കുന്ന മണ്ണിന്റെ പ്രത്യേകത എന്താണെന്നും ഇത് എത്രമാത്രം ആഴത്തിൽ വേര് പിടിച്ചതാണെന്നും ഞാൻ പഠിച്ചു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ മീറ്റിംഗ് ഹാളിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്.
തീർച്ചയായിട്ടും പിന്നെ ആരും സാറിന്റെ വരൂല ഈ സംസാരം മീറ്റിങ്ങുകളിലേക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സാറിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് 100% ഇതിനകത്തിൽ കോൺഫിഡൻസ് തന്നെയാണ്. പക്ഷെ ഈ മാർക്കറ്റ് പ്ലേസ് സാറ് പക്ഷയാണ് കളഞ്ഞാൽ മതി, ആദ്യം ആ പക്ഷേ എടുത്താണ് കളയാ. പക്ഷേ കളഞ്ഞു. മനസ്സിലാക്കുക, മാർക്കറ്റ് ആ പ്ലേസിൽ ഇന്ന് പ്രജീഷ് വിചാരിച്ചാൽ $1000 10 പേരെ എൻട്രി വയ്ക്കാൽ $10,000 ട്രേഡ് നടക്കും. അത്രയും സാധനം വിറ്റുപോയി നടത്തും. അതെ. അല്ല, ഇത് സംഭവിച്ചതിന്റെ കാര്യം എന്ന് വെച്ചാലേ, സാറ് മീറ്റിംഗിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ എത്ര വേണമെങ്കിലും വാങ്ങിച്ചോ, ടോവ നിങ്ങൾ ഇപ്പൊ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ കണ്ടീഷൻ അതായിരുന്നു. അതായത് മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് കൂടുതൽ ബൈ നടക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടാത്ത അവസ്ഥയിൽ അന്ന് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് അത് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് പ്ലേസിലുള്ള ക്യൂ വലുതായി വന്നു. കാരണം അവിടെ എക്സസ് ആയിട്ട് ആളുകൾ വാങ്ങിച്ചു, ടോവയിൽ ഡെപ്പോസിറ്റ് വരാത്തൊരവസ്ഥയായി. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഓക്കെ. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസ് വീണ്ടും ആള് വരാത്ത അവസ്ഥയായി. പക്ഷെ സാറ് നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഓട്ടോമാറ്റിക്കലി ഇത് 1:3 എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോവും. ദാറ്റ് എക്സലന്റ് പോയിന്റ് ആണ്. അത് ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. ഞാൻ ഇന്ന് നൂറാം മേഡത്തിനെ വിളിച്ചപ്പോൾ പോലും അത് പറയായിരുന്നു. കാരണം മാർക്കറ്റ് പ്ലേസിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു ട്രിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകളെ കൊണ്ടുവരാനുള്ള ധൈര്യം നമുക്ക് പോകും എന്ന് ഞാൻ ഇന്നും കൂടി വിചാരിച്ചില്ല. പ്രജീഷ്, അതൊന്നും ട്രിക്കല്ല. ഈ സിസ്റ്റം പറയുന്ന സയൻസ് ആരും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ സിസ്റ്റം തന്നെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സിസ്റ്റം ആദ്യത്തെ ദിവസം പറഞ്ഞെന്താ? 1:3 നിങ്ങൾ ടോവയിൽ നിന്ന് വാങ്ങൂ, 3 ഇരട്ടി മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങും, വീണ്ടും ടോവയിൽ വാങ്ങൂ, വീണ്ടും മാർക്കറ്റ് പ്ലേസ് വാങ്ങും. പക്ഷെ ആൾക്കാർ എന്ത് ചെയ്തു? അതൊന്നും തയ്യാറായില്ല. പ്രജീഷ് എത്ര റെസ്പോൺസ് ചെയ്തു? അതാ ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് ആകെ 3 ആഴ്ച ആയിട്ടുള്ളൂ. ഞാൻ ഈ 3 ആഴ്ച കൊണ്ട് എത്ര റെസ്പോൺസ് ചെയ്തു? ഇല്ല, ഞാൻ ആരെയും സ്പോൺസർ ചെയ്തിട്ടില്ല. കാരണം പ്രജീഷ് വാങ്ങിയത് എവിടെയാണ്? ടോവയിലാണോ മാർക്കറ്റ് പ്ലേസിലാണോ? ഞാൻ രണ്ടിലും വാങ്ങിയിട്ടുണ്ട്. രണ്ടിലും വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ബീദർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ 4 പേരെ സ്പോൺസർ ചെയ്തിട്ട് 4 ലക്ഷം രൂപ ഓരോരുത്തർക്കും ഇപ്പൊ എന്റെ പേരിൽ കടായിട്ടിരിക്കുക. അതായത് ആ പ്ലാറ്റ്ഫോം അതിന്റെ ലോജിക്ക് സെയിം ആണോ? അല്ല, വ്യത്യാസമുണ്ട്. അതായത് ആവശ്യം ഇവിടെ സംസാരിക്കണ്ട. ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് കൈപുള്ളിയിരിക്കുകയാണ്. നമുക്ക് ഒരാളെ റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, ഇത്തരം കമന്റുകൾ ഞാൻ അനുവദിക്കുന്നതല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സിസ്റ്റത്തെ കുറിച്ച് നമ്മളിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. ആ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളും നമുക്ക് സംസാരിക്കാം. മറ്റുള്ള പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യേകതകളോ അതിന്റെ പോരായ്മകളോ അതിന്റെ കാര്യങ്ങളോ സംസാരിക്കാൻ ഇവിടെ നേരമില്ല. കാരണം രാത്രി 10 മണിയായി. സോ രതീഷ് KP. സാറേ, രതീഷാണ്, തിരുവനന്തപുരം ISR വർക്ക് ചെയ്യുന്നത്. രതീഷ് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു അല്ലേ? അതെ. ഇതില് ഞാൻ 18-ാം തീയതി ജോയിൻ ചെയ്ത ഒരാളാണ്. സാറിനോട് ഞാൻ കഴിഞ്ഞ മീറ്റിംഗിലും പറഞ്ഞൊരു കേസാണ്. ഇതിലിപ്പോ റഷീദ് അലി മാസ്റ്റർ ഒരു വോയിസ് അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്ന സിസ്റ്റത്തിന്റെ ഭാഗമായ കുറെ പേരുടെ പ്രശ്നങ്ങളാണ് പുള്ളി അത് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അത് സിസ്റ്റത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആ സാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ഒരു ഖേദപൂർവമായ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ ഒരു 2 ആഴ്ചയിൽ പരം ആയിട്ടുള്ളൂ ഏകദേശം സിസ്റ്റത്തിലേക്ക് ഇറങ്ങിയിട്ട്. പക്ഷെ ഇവിടെ ഒരു സിസ്റ്റം, ഇതിലൊരു മാനിപ്പുലേഷൻ അല്ല. അത് ആദ്യം മനസ്സിലാക്കണം സാറ്. ഇപ്പൊ കേൾക്കുന്ന റഷീദ് അലി മാസ്റ്റർ ആയാലും ഈ പ്രജീഷ് ആയാലും ആരോ പറഞ്ഞല്ലോ നേരത്തെ വന്ന വോയിസ് ഇട്ടാണ്. നമ്മൾ പല സിസ്റ്റങ്ങളും യൂസ് ചെയ്ത ആൾക്കാരാണ്. ആ സിസ്റ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കമ്പനിയുടെ വാലറ്റിലേക്ക് ഫണ്ട് കൊടുത്തിട്ട് നോക്കിയിരുന്ന് ROE 1%, 2% വേണ്ടിയൊക്കെ കാത്തിരുന്ന കുറെ സമയങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കുറച്ചാളയുമേ 1 മാസമോ 2 മാസമോ കഴിഞ്ഞ് നീർക്കുമ്പളെ പോലെ പൊട്ടിപ്പോയ അവസ്ഥയും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ ഒരു എന്താണ് ഇതൊരു കമ്പനി വളരെയധികം ഭംഗിയായിട്ടുള്ള സിസ്റ്റമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സിസ്റ്റം ആൾക്കാർ എത്രയോ ഡെപ്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം കൂടി എനിക്കിതിൽ പറയാനുണ്ട്. കാരണം എന്താ വെച്ചാല്, ഇത്ര മനോഹരമായിട്ടൊരു പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിലിട്ടിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു വിഷമം കൂടി സൂചിപ്പിക്കാനുണ്ട്. കാരണം അതില് ഇത് എന്താ വെച്ചാൽ ഞാൻ 2 ആഴ്ച വന്നിട്ടുള്ളൂ. പക്ഷെ അതിന്റെ സിസ്റ്റം നമുക്കിപ്പൊ കിടക്കുന്ന ബൈ ഓർഡർ ഒന്നും മനസ്സിലായി. ഞാൻ അതിന്റെ ഓരോ സിസ്റ്റത്തിൽ എൻട്രാമ് വളരെയധികം ഡെപ്തിലേക്ക് പോയിട്ട് വീക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഏകദേശം നമുക്ക് 3000-ൽ പരം ഓർഡറുകളാണ് കിടക്കുന്നത്. ആ ഓർഡർ എന്തുകൊണ്ടാണ് ഇത്ര ക്യൂ വന്നത് കൊണ്ടൊന്ന് മനസ്സിലാക്കണം. ആ 30-ാം തീയതി ഒരു അപ്ഡേഷൻ വന്നു. ആ അപ്ഡേഷൻ വരുമ്പോ എന്താ, സഡൻ ആയിട്ട് വിത്തിൻ സെക്കൻഡിലാണ് ഓർഡറുകൾ വന്നേക്കണേ. ഏകദേശം ഒരു 31 കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓർഡറിന്റെ ആ ഗ്യാപ്പ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 31 റേഞ്ചിൽ വരുന്ന, അല്ലെങ്കിൽ 30-31 റേഞ്ചിൽ വരുന്ന വിത്തിൻ സെക്കൻഡിലുള്ള ഓർഡറുകൾ 31 2 അതിന്റെ ദൈർഘ്യം കൂടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 31-ാം തീയതി വരുന്ന അപ്ഡേഷൻ വന്നപ്പോൾ എല്ലാവരും സഡൻ ആയിട്ട് ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത്.
അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം വളരെയധികം സ്മൂത്ത് ആവുന്ന 100 അല്ല 150 200% നമുക്ക് പറയാൻ പറ്റും ഇത് പ്രോപ്പറായിട്ട് പോകും എന്നുള്ള ഒരു കേസ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, കമ്പനി അപ്ഡേഷൻ വരുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ഒരു നല്ലൊരു പ്രോപ്പറായിട്ട് ഒരു കമ്പനി ആണെങ്കിൽ അപ്ഡേഷൻ കൊണ്ടുവരണം. ആൾക്കാർ പേടിക്കരുത്. ഒരു നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി അപ്ഡേഷൻ കൊണ്ടുവരണം എന്നാണ് പറയേണ്ടത്. ഈ അപ്ഡേഷൻ പറയുന്നത്, ഈ അപ്ഡേഷനൊക്കെ വന്നിരിക്കണമെങ്കിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഫണ്ട് കിട്ടുന്നത് വേണ്ടി കമ്പനി കൊണ്ടുവന്ന അപ്ഡേഷനാണ്. അല്ലാതെ പല അപ്ഡേഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഗുണമില്ലാത്ത അപ്ഡേഷൻ അല്ല. ഇപ്പൊ ഈ പറയുന്ന അവസാനം മജീദ് സാർ പറഞ്ഞ പോലെ 1:3 അത് കറക്റ്റ് പ്രോപ്പറായിട്ട് കമ്പനി എടുത്തു വെച്ചാണ് അപ്ഡേഷൻ. വന്നിട്ടില്ലെങ്കിലും, വന്നോന്ന് അറിയില്ല എനിക്ക്, അത് മേ ബി നാളെ വന്നിട്ടില്ല, നാളെ മേ ബി അപ്ഡേഷൻ ആവാൻ അതെ. ആ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണേ, നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, റഷീദ് അലി മാഷ് ചിന്തിക്കുന്ന അവസ്ഥ, പിന്നെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ പോലും ഇവിടെ വരുന്നില്ല. ഈ മീറ്റിംഗിൽ ചിലപ്പോൾ നമുക്ക് പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരില്ല. കാരണം പ്രോപ്പറായിട്ട് നാളെ 100 ഇട്ടാ 25 ഇവിടെ വന്ന് 75 അവിടെ പ്ലേസ് ആവാണ്. അപ്പൊ ഇത്രയും ഈ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല. പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ പോലും ഇനി ഉണ്ടാവില്ല. മജീദ് സാർ വന്ന് പറഞ്ഞു പോകും, പ്ലാനുകൾ പറഞ്ഞു പോകും, നമ്മൾ കേട്ടിരിക്കേണ്ട അവസ്ഥ, നമുക്ക് അതുപോലെ കേട്ടിരിക്കാൻ പോലും അവസ്ഥ ഉണ്ടല്ലോ. കാരണം നമ്മൾ ഐഡിയകൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ സമയം, ഈ 1 മണിക്കൂർ, അയ്യോ ആ 1 മണിക്കൂർ ഇരിക്കണമല്ലോ, ഐഡിയ ക്രിയേറ്റ് ചെയ്യല്ലോ ആ സമയം കൊണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും എന്നുള്ളൊരു സന്തോഷമായ ഒരു വർത്തമാനം കൂടി എനിക്ക് പറയാനുണ്ട്. വളരെയധികം നല്ലൊരു പ്ലാനാണ് സാറ് കിട്ടിയെന്ന് വെച്ചാൽ. കാരണം നമ്മളൊക്കെ കുറെ 2019 തുടങ്ങി ക്രിപ്റ്റോ മേഖലയിൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് നഷ്ടങ്ങളും കുറെ ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങൾ, അതിന് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരുടെ അവസ്ഥ മേ ബി അത് തന്നെ ആയിരിക്കണം, 90% ആൾക്കാർ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഫ്യൂച്ചർ ലോങ് റൺ സിസ്റ്റമാണ് ഇത് ശരിക്കും ഈ ടോവ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ പല പ്രൊജക്ടുകളൊക്കെ ഈ ചെറിയ ഡ്യൂറേഷനിൽ നിൽക്കുന്ന സംഭവങ്ങൾ, ഇത് ശരിക്കും ഒരു ഫ്യൂച്ചറുള്ളതാണ്. ഒരാളുടെ നിന്ന് കൊടുത്തിട്ട് മറ്റേ കമ്പനി കൊടുക്കുകയോ അല്ലെങ്കിൽ കമ്പനി ട്രേഡ് ചെയ്ത് കൊടുക്കില്ല. നമുക്ക് സെല്ല് കൊടുക്കുക, നമുക്ക് തന്നെ പൂർണ്ണ അധികാരമുള്ള ഒരു മാർക്കറ്റാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ കമ്പനിയുടെ അതെ അതിപ്രസരമൊന്നും ഇതിലില്ല. അപ്പൊ അത് നമ്മളെല്ലാവരും, ഇപ്പൊ ഞാൻ 18 ജോയിൻ ചെയ്തതിൽ നമ്മളെ ഏകദേശം ഒരു 10-12 പേരെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പരമാവധി നമ്മളെ കൊണ്ടുള്ള കഴിവനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് കിട്ടിയിട്ട് അത് പരമാവധി യൂസ് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഗ്രൂപ്പിൽ കേൾക്കുന്ന ഈ സൂമിലുള്ള 100-400 പേരുണ്ടല്ലോ, അവര് ഒന്നും പേടിച്ചിട്ടുണ്ടായി. ഇപ്പൊ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ടെറോഷനിൽ അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ്. ഫണ്ട് കിട്ടിയ ആൾക്കാരുണ്ടാവും, അവർ നോക്കിയിരിക്കുകയാണ്, ഇത് എന്തായിരിക്കും, നാളെ എന്തായിരിക്കും, ഇത് എങ്ങനെയായിരിക്കും, ഇതിന് മൂവ്മെന്റ് വാച്ച് ചെയ്തിരിക്കുകയാണ് അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഒരു മൂവ്മെന്റ് ഇല്ലാത്തെന്നുള്ളൊരു കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ സഡൻ ആക്ഷൻ. ഇത് എല്ലാവരും ഒരേപോലെ 400 പേര് മതി. ഈ 400 പേര് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു ആഡ് ഓൺ ചെയ്യുന്ന സംഭവം ഇതാണ്. ഇപ്പൊ 421 പേര് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ ക്രിപ്റ്റോ കറൻസി എന്ന ഇൻഡസ്ട്രിയെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച ആൾക്കാരാണ്. പക്ഷെ ക്രിപ്റ്റോ കറൻസി എന്ന ഇൻഡസ്ട്രി ലോകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന 2009 ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ അതിനെക്കുറിച്ച് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. അന്ന് സതോഷി തയ്യാറാക്കിയ അൽഗോരിതം അന്ന് ആരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ തള്ളിക്കളയുമായിരുന്നു. കളഞ്ഞ ആൾക്കാരുമാണ് നമ്മളെല്ലാവരും. ആദ്യമായിട്ട് കേട്ട സമയത്ത് അതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, റിജക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരേ സമയത്ത് അതിന്റെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും അതിനെ തള്ളിക്കളഞ്ഞ് കണ്ണടച്ചു മാറി നിന്ന ആൾക്കാരാണ്, മാറിപ്പോയ ആൾക്കാരാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിന്റെ വളർച്ചാ ഘട്ടങ്ങൾ നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചപ്പോ പല പ്രൊജക്റ്റിന്റെയും ഭാഗമായിട്ട് നമ്മളും മാറി. അപ്പോഴും ജെന്യുവിൻ പ്രൊജക്റ്റിന്റെ പുറകെ നമ്മൾ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും ഒരുപക്ഷെ 421 പേരിൽ എത്ര പേർ ബിറ്റ്കോയിൻ ഒരിക്കലെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ മിക്കവാറും 0 എന്നായിരിക്കാം ഉത്തരം. ആയിരിക്കാം എന്നാണ് പറഞ്ഞത്, ആണെന്നല്ല കേട്ടോ. കാരണം ബിറ്റ്കോയിന്റെ വളർച്ചയെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അത് കണ്ടിട്ട് വേറെ പല സിസ്റ്റത്തിന് പുറകെ പോയിട്ടുണ്ടാവുക. ഇനി ബിറ്റ്കോയിന്റെ വളർച്ച വന്നു. എന്തുകൊണ്ട് ബിറ്റ്കോയിൻ വളർച്ച വന്നു? സതോഷി തയ്യാറാക്കിയ അൽഗോരിതം എന്താണ്? അൽഗോരിതത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ലോജിക്കുകൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് എത്ര പേർ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുണ്ട്? വളരെ അപൂർവം ആൾക്കാരാണ്. അൽഗോരിതത്തിന്റെ പ്രത്യേകതയെ കുറിച്ചൊന്നും ആരും അധികം ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ചർച്ച ചെയ്ത് ഞാൻ കണ്ടത് 7 രാജ്യങ്ങളിൽ പോയി 12 ലെവൽ ബ്ലോക്ക് ചെയിൻ കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അത്തരം കൺവെൻഷനുകളിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അല്ലാതെ സാധാരണ മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്ന ഒരാളും വൈറ്റ് പേപ്പറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും, പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും, യൂട്ടിലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും, എക്സ്ചേഞ്ചുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും, ലിസ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും. അല്ലാതെ എന്താണ് ബിറ്റ്കോയിൻ യഥാർത്ഥത്തിൽ വളർച്ചയ്ക്ക് കാരണം, അതിന്റെ അൽഗോരിതം എന്താണ്, ഹാൽവിംഗ് പോലുള്ള പ്രോസസ്സുകൾ ഓരോ 4 വർഷത്തിൽ നടക്കുമ്പോൾ എന്താണ് ക്കുന്നത്, ഇതൊക്കെ കൃത്യമായി ചോദിച്ചാൽ പലപ്പോഴും ഉത്തരവില്ലാത്ത ആൾക്കാരാണ് ഈ 415-16 ആൾക്കാർ ഈ മീറ്റിംഗ് കൊണ്ടിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ 2025 നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമുണ്ട്. നെക്സ്റ്റ് ഹാൽവിംഗ് എന്താണ്, എന്നാണ്? അത് 2028 അത് എല്ലാവരും പറയുന്ന ഉത്തരമാണ്. എന്നാണ് ഈ 2028 എന്ന ഡേറ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ അറിവ് നമുക്ക് വന്നത്? ഞാൻ 2024 മാർച്ച് 20 തുടങ്ങിയ വുഡ ടെക്നോളജിയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കേവലം 1 വർഷമേ ആയിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല. സംശയങ്ങൾ സ്വാഭാവികം മാത്രമാണ്. അത് വന്നേ പറ്റൂ. ചിന്തിക്കുന്നവർക്ക് മാത്രമേ സംശയം വരൂ. ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. എന്ത് സംശയമാണെങ്കിലും ചോദിക്കാം. അത് പൊട്ടത്തെറ്റായിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, അതൊന്നും ഈ മീറ്റിംഗ് ഹാളിൽ ഒരു ഒബ്ജക്ഷൻസേ അല്ല. സോ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതിന്റെ അൽഗോരിതം എന്താണ്. സാബിത്ത്, ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. സംസാരിച്ചോളൂ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു ഇതില് ഈ സൂം കേൾക്കുന്ന ഇതില് പല ആളുകളും ഉണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് സാബിത്ത് എന്നാണ്. ഇവിടെ മലപ്പുറത്ത് പാണ്ടിക്കാടാണ് സ്വദേശം. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. 1 മാസമായിട്ടുള്ള ബിസിനസ് എടുത്തിട്ട് ടീമിൽ ഏകദേശം 200-നടുത്ത ആളുകളായി. നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബിസിനസിന്റെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാല് ഞാനത് എല്ലാവരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ പലരും പറയുന്നത്, അഭിപ്രായപ്പെടുന്നുണ്ട്, ഇതില് നമ്മളൊരു സെൽ ഓർഡർ കൺഫേം ആവാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, ഒരുപാട് കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമല്ലേ സെല്ലായി പോകുന്നുള്ളത് പലരും ഇതിൽ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇന്ന് എന്റെ സുഹൃത്ത് എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞു, ആകെ കുറച്ച് ഓർഡറുകളല്ലേ വരുന്നുള്ളൂ എന്നുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ട് ഒരു $500 ഈക്വൽ ആയിട്ടുള്ള ടോവ എന്ന് പറയുമ്പോൾ 50 ടോവയാണ് ഉണ്ടാവുക. സെല്ലിൽ നമ്മൾ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ അവൈലബിൾ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ അത് സെല്ലായി പോകുന്നത് 4 എണ്ണം 5 എണ്ണം അങ്ങനത്തെ ആ ലെവലിലാണ് ഇതില്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, പ്രൊമോഷൻ നമ്മൾ വലിയ രീതിയിൽ തന്നെ പ്രൊമോഷൻ ചെയ്യണം. ഒരിക്കലും ചെറിയൊരു $20-50 $100 ആ രീതിയിലേക്കൊന്നും പ്രൊമോഷൻ ചെയ്യുക. ഞാൻ മിനിമം $1000 ഞാൻ ബിസിനസ് പ്ലാൻ പറഞ്ഞു തന്നെ തുടങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ടീമിൽ വന്നിട്ടുള്ള എല്ലാ ബിസിനസ്സും 2000, 3000, 5000 ആ റേഞ്ചിലുള്ള ബിസിനസ്സുകളാണ് വന്നിട്ടുള്ളത്. അപ്പോ ചെറിയ ബിസിനസ് ചെറിയ രീതിയിലുള്ള ബൈ നടക്കുമ്പോൾ അതിന്റെ ഒരു ഡിലേ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓർഡറുകൾ ഡിലേ ആവാനുള്ള കാരണം എന്നുള്ളത്. അപ്പൊ അത് എല്ലാവരും ഒന്ന് പ്രൊമോഷൻ ചെയ്യുന്ന എല്ലാവരും, ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണത്. വലിയ രീതിയിൽ തന്നെ നമ്മൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ആശങ്കകളെല്ലാം നമുക്ക് മാറും. ഏത് നമ്മൾ എല്ലാം ആയി പോകുമ്പോൾ, ഇതിനു മുമ്പ് ഇപ്പോ നേരത്തെ സംസാരിച്ചിരുന്ന ആളുകളൊക്കെ പറയുന്ന ആശങ്കകൾ, ഇത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, ഇത് എത്ര ദിവസം എടുക്കും, അങ്ങനത്തെ ചോദ്യത്തിനൊന്നും പിന്നെ പ്രസക്തി ഉണ്ടാവില്ല. അപ്പൊ 50 ടോവ അവിടെ വിൽക്കാൻ ഒരാൾ വെക്കുമ്പോ അത് 50 ടോവ വാങ്ങാൻ അവിടെ ഒരാൾ വരികയാണെങ്കിൽ പിന്നെ അത് അവിടെ പിന്നെ ഒരു ഡിലേ അല്ലല്ലോ, വൺ ഷോട്ട് തന്നെ അത് സെല്ലായി പോവില്ലേ? തീർച്ചയായും അതിലേക്കാണ് നമ്മുടെ പുതിയ മാറ്റം സംഭവിക്കാൻ പോകുന്നത്. കാരണം 1:3 ഡയറക്റ്റ് ആയി മാറുമ്പോ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, അത് ഇംപ്ലിമെന്റ് പൊക്കോളും. ഓക്കെ സാർ, താങ്ക് യു. യെസ്, മേബിൾ. ഗുഡ് ഈവനിങ്. കേൾക്കാം. ഞാനിപ്പോ എന്താ സംസാരിക്കണ്ടേ ഇങ്ങനെ ആലോചിക്കുക. ആണോ, എന്തെങ്കിലും ഡൗട്ട് ആയിരുന്നോ? അതൊന്നുമല്ല. ഇല്ല, അത് ഹാൻഡ് റൈസ് ചെയ്തല്ല, അത് അറിയാണ്ട് വന്നതാ. ആണല്ലേ? ഓക്കെ. താങ്ക് യു. ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എങ്ങനെയുണ്ട് അച്ചീവ്മെന്റുകള്?
വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു പ്രോജക്റ്റ് ആണ് കിട്ടിയേക്കണത്. പിന്നെ കുറെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ജു സാറിന്റെ നമ്പർ ഇന്ന് കുറച്ചുപേർ കൊടുത്തിട്ടുണ്ട്. അവര് മിക്കവാറും വിളിക്കും. ഓക്കെ ബാക്കിയൊക്കെ അടുത്ത പ്രാവശ്യം പറയാം. ഓക്കെ താങ്ക് യു മേബിൾ. ഓക്കെ. ഓക്കെ. ഇപ്പോ ഞാൻ ഈ മീറ്റിംഗിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ മേബിൾ ഒരുമിച്ച് ഒരു ഡിസ്കഷനിലായിരുന്നു ഡോക്ടറുടെ കൂടെ. എന്റെ ഒരു ഡയറക്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ് മേബിള്. ഇപ്പൊ ബിസിനസ് വളരെ സീരിയസ് ആയി ചെയ്യുന്നു. $100 തുടങ്ങിയിട്ട് ഇപ്പോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ $600 നിൽക്കുന്നു. വലിയ കാര്യമായ നെറ്റ്വർക്ക് ചെയ്യാതെ തന്നെ ഇപ്പോൾ നെറ്റ്വർക്ക് സീരിയസ് ആയി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് 10:14 എനിക്ക് വേറെ 2 അപ്പോയിന്റ്മെന്റുകൾ എനിക്ക് ഇനി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാരെ തൽക്കാലം ഞാൻ ഒന്ന് അവധി ചോദിക്കുകയാണ്. നമുക്ക് അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്. Bye. Assalamu alaikum.